Hi dear students, നമ്മൾ കീം 2000 ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷനാണ് ഈ ലൈവ് സെഷനിൽ നോക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിലിടാം. അതുപോലെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൻസർ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ആൻസർ ആണെന്നുണ്ടെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഇൻറ്ററാക്റ്റീവായിട്ട് ഈ ലൈവ് സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കാം. ദ പ്രഷർ ഈസ് എന്നാണ് പ്രഷറിൻ്റെ ഡയമെൻഷൻ. പ്രഷറിൻ്റെ ഡയമെൻഷൻ നമുക്ക് ഇതിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ അറിയാം, ബി ആണ് ഡയമെൻഷൻസ് അറിയുന്ന ആൾക്കാർക്കാണെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് ഫോഴ്സ് പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്നാണെന്ന് അറിയാം. സോ ഫോഴ്സ് mL(T⁻²) ആണ് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ, ബൈ ഏരിയൻ്റെ ഡയമെൻഷൻ L². അപ്പോൾ അത് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് mL(1) T⁻² ആണെന്ന് കിട്ടും. ഓക്കെ, സോ ആ രീതിയിൽ നമുക്ക് ഫോഴ്സിൻ്റെ ഡയമെൻഷൻസ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പ്രഷറിൻ്റെ ഡയമെൻഷൻസ് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കിക്കഴിഞ്ഞാൽ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസിലറേഷൻ റിക്വയർഡ് ബൈ എ ബോഡി മൂവിങ് അറ്റ് എ സ്പീഡ് ഓഫ് 10 m/s. ഡിസിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ചോദിച്ചത്. 10 m/s മൂവ് ചെയ്യാണ് ബോഡി ടു കം ടു കംപ്ലീറ്റ് ഹോൾട്ട്. കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റിലേക്ക് വരണം ഇതിൻ്റെ ഡിസ്റ്റൻസ് ഓഫ് 100 മീറ്റർ ഡിസ്റ്റൻസിൽ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 100 മീറ്റർ ഡിസ്റ്റൻസിൽ കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റിൽ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം v² ഇസ് ഈക്വൽ ടു u² പ്ലസ് 2as എന്നുള്ള ഇക്വേഷനാണ് യൂസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ റെസ്റ്റിലേക്ക് 0 ആണ്, ഫൈനൽ വെലോസിറ്റി 0², ഇനീഷ്യൽ വെലോസിറ്റി 10, അപ്പോൾ 10² എന്ന് വരും. ഓക്കെ, 10² പ്ലസ് 2 ഇൻറ്റു ആക്സലറേഷൻ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്, ഇൻറ്റു ഡിസ്റ്റൻസ് 100 മീറ്റർ. ദാറ്റ്സ് ഈക്വൽ ടു 10² 100, 0 is equal to 100 പ്ലസ് 2a ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 200a. സോ നമുക്ക് ഈ 200a ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് 100 അപ്പുറത്തേക്ക് കൊണ്ട് 200a ഈക്വൽ ടു -100 എന്ന് കിട്ടും. ഓർ a is equal to -100/200, ദാറ്റ് ഈസ് -1/2, ദാറ്റ്സ് ഈക്വൽ ടു -0.5 m/s² എന്ന് കിട്ടും. ഇപ്പോൾ ഇവിടെ ഡിസിലറേഷൻ തന്നെ ചോദിച്ചതുകൊണ്ട് നമുക്ക് ആക്സലറേഷൻ മൈനസ് ആകുമ്പോൾ ഡിസിലറേഷൻ പ്ലസ് ആവും. ഡിസിലറേഷൻ തന്നെ ചോദിച്ചതുകൊണ്ട് നമുക്ക് 0.5 m/s² എന്നുള്ള ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആൻസർ എൻ്റെ മുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ആൻസർ ലൈവ് ചാറ്റിൽ ഇടാം. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ പോസ്റ്റ് ചെയ്താലും മതി, നമുക്ക് റീവിസിറ്റ് ചെയ്യാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3, an accurate measurement implies that the spread of the recordings are broad around the mean value. നമുക്ക് ആക്യുറസി എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ആക്യുറസി ഈസ് നത്തിങ് ബട്ട് ദ ക്ലോസ്നെസ് ടു ദ ട്രൂ വാല്യൂ, അല്ലെ? ആക്യുറസി എന്ന് പറഞ്ഞാൽ എത്ര ക്ലോസ് ആണ് നമ്മുടെ മെഷേർഡ് വാല്യൂ ടു ദ ട്രൂ വാല്യൂ എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ആൻസർ നോക്കിക്കഴിഞ്ഞാൽ ഇ ആണ്, ദ ക്ലോസ്നെസ് ഓഫ് ദ മീൻ ഓഫ് ദ റെക്കോർഡിങ്സ് ടു ദ ട്രൂ വാല്യൂ. ട്രൂ വാല്യൂയിലേക്ക് എത്ര ക്ലോസ് ആണ് നമുക്ക് കിട്ടിയ വാല്യൂവിൻ്റെ മീൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് ഇ എന്നാണ് വരിക. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കിയാൽ, ദ ഫോളോയിങ് പ്ലോട്ട് ഗിവ്സ് എ വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ വിത്ത് ടൈം. ആക്സലറേഷൻ വിത്ത് ടൈം ഗ്രാഫ് ആണ് തന്നിട്ടുള്ളത്. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് അറ്റ് t=0, ദ വെലോസിറ്റി അറ്റ് t=15 and 25. ടൈം 15 ആകുമ്പോൾ വെലോസിറ്റി, ടൈം 25 ആകുമ്പോൾ വെലോസിറ്റി എത്രയെന്നാണ് ചോദിച്ചത്. നമുക്ക് എപ്പോഴും വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ടൈം ഗ്രാഫിൻ്റെ താഴെയുള്ള ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഫസ്റ്റ് 15 വരേക്കുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയും ഏരിയ വരും. അപ്പോൾ അത്രയും ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ പ്ലസ് ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ V15 എന്ന് പറയുന്നത് നമുക്ക് രണ്ടും കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ ഏരിയ ആണ് എടുത്തത്. 1/2 × 10 × 10 എന്നുള്ള പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ഏരിയ പ്ലസ് 15 10ൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് 5 ഇൻറ്റു 10 എന്ന് പറഞ്ഞിട്ടുള്ള റെക്റ്റാങ്കിളുടെ ഏരിയ. സോ 1/2 × 10 × 10 എന്ന് പറഞ്ഞാൽ 5 × 10 50 + 50, സോ ദാറ്റ്സ് ഈക്വൽ ടു 100 എന്നാണ് കിട്ടുക. സോ V15 100 m/s ആണ്. ഇനി 100 m/s V15 ഉള്ള ഓപ്ഷൻസ് 2 ഉണ്ട്. അപ്പോൾ അതിൽ V25 ഏതാണെന്ന് ഫൈൻഡ് ചെയ്യണം. V25 എന്ന് പറയുമ്പോൾ ടോട്ടൽ ഏരിയ ആണ്, ടോട്ടൽ ഏരിയ ഇതും കൂടെ പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ V15 എത്രയാണോ അതിൻ്റെ കൂടെ നമുക്ക് ആ ചെറിയ ട്രയാങ്കിളുടെ ഏരിയയും കൂടെ ആഡ് ചെയ്യണം. ചെറിയ ട്രയാങ്കിളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ 1/2 × 15 മുതൽ 25 വരെയുള്ള ഗ്യാപ്പ് എത്രയാണ്, അതാണ് ബേസ് വരിക, അല്ലേ? 1/2 ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ വരിക. സോ 1/2 × 10 ഇൻറ്റു ഹൈറ്റ് 10 അഗെയിൻ. സോ 5 × 10 50. സോ ഓൾറെഡി ഉള്ള 100ൽ 15 കൂടെ ആഡ് ചെയ്യണം. സോ 150 m/s ആണ് ഓപ്ഷൻ വരിക. സോ
V25 ഇത് രണ്ടും കൂടെ സെയിം ആയിട്ടുള്ളത് ബി എന്നുള്ള. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം. ഇതുവരെയുള്ള കേസിൽ ഞാൻ പറയുന്നത് ഓക്കെ അല്ലേ? സ്ക്രീൻ നിങ്ങൾക്ക് വിസിബിൾ അല്ലേ? കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഞാൻ പറയുന്നത് ഓഡിബിൾ ആണ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓഡിബിൾ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആണ്. നിങ്ങൾ റെസ്പോൺസ് ഇല്ലാതാകുമ്പോൾ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ സ്ക്രീൻ വിസിബിൾ ആണോ? സ്ക്രീൻ ഓക്കെ ആണോ? ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 എന്താണ്? എൻ ഒബ്ജക്റ്റ് മൂവിങ് വിത്ത് എ വെലോസിറ്റി 5 meter per second undergoes an acceleration of 1 meter per second square at a time t equal to 0. t equal to 0 ആക്സലറേറ്റ് ചെയ്യാൻ തുടങ്ങി വിത്ത് ആക്സലറേഷൻ 1 meter per second square. ആദ്യം ഇനീഷ്യൽ വെലോസിറ്റി 5 meter per second ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇഫ് ദ ഒബ്ജക്റ്റ് ഹാസ് എ മാസ് ഓഫ് 1 kilogram, ദ കൈനറ്റിക് എനർജി KE ഓഫ് ദ ഒബ്ജക്റ്റ് at t equal to 5 seconds. t equal to 5 secondsലെ കൈനറ്റിക് എനർജി കിട്ടണമെങ്കിൽ t equal to 5 secondsലെ വെലോസിറ്റി എത്രയാണെന്ന് അറിയണം. അപ്പോൾ നമുക്ക് v is equal to u plus at യൂസ് ചെയ്യാം. എന്നിട്ട് u plus atയിലെ u എന്നുള്ളത് 5 ആണ്, പ്ലസ് ആക്സലറേഷൻ a ഇൻറ്റു ടൈം t equal to 0. സോറി t equal to 5 ആണ്. സോറി t equal to 5 seconds ആകുമ്പോൾ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ t equal to 5. സോ 5 plus 5 10 meter per second ആണ് ഫൈനൽ വെലോസിറ്റി. നമുക്ക് കൈനറ്റിക് എനർജി ചോദിക്കുമ്പോൾ കൈനറ്റിക് എനർജി is equal to half mv square അല്ലേ? സോ ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 square. സോ ദാറ്റ്സ് ഈക്വൽ ടു 100/2 ദാറ്റ് ഇസ് 50 ജൂൾ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുവരെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5 വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ 50 joules ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6ലേക്ക് കടക്കാം. 2019 ഫിസിക്സ് ആണ് നമ്മൾ നോക്കുന്നത്. കീമിലെ 72 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ ഉള്ളത്. നമുക്ക് കഴിയുന്നതും അത്രയും ക്വസ്റ്റ്യൻസ് ഈ സെഷനിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ വേറൊരു സെഷനിൽ നമുക്ക് കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കാം. The variation of speed in meter per second of an object with time is given by the expression v of t equal to v0 minus 5t plus 5t square. ഓക്കെ, അപ്പോൾ ടൈം വെച്ചിട്ടുള്ള വേരിയേഷൻ്റെ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസിൽ ഏതാണ് ട്രൂ എന്നാണ് ചോദിച്ചത്. നമുക്ക് t equal to 0 ഇൻസ്റ്റന്റേനിയസ് ആക്സലറേഷൻ 0, അങ്ങനത്തെ ഡിസിലറേഷൻ അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് നമുക്ക് ഡിസിലറേഷൻ ആക്സലറേഷൻ ഒക്കെ മനസ്സിലാവണമെങ്കിൽ v is equal to v0 minus 5t plus 5t square എന്നുള്ള ആളെ ഡിഫറൻഷിയേറ്റ് ചെയ്താലല്ലേ ആക്സലറേഷൻ കിട്ടാം. സോ ആക്സലറേഷൻ ഈക്വൽ ടു v0ൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് 5 പ്ലസ് 10t എന്ന് കിട്ടും. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നോക്കുക. t equal to 0 കേസും t equal to 1 കേസുമാണ് പറയുന്നത്. t equal to 0 കേസിലെ ആക്സലറേഷൻ t equal to 0 കണ്ടുപിടിച്ചാൽ എത്ര കിട്ടുക? t equal to 0 എടുത്താൽ -5 ആണ് കിട്ടുക. അപ്പം നോക്കുക, ഇത് -5 എന്ന് പറഞ്ഞാൽ ഡിസിലറേറ്റിംഗ് ആണ് അല്ലേ? സോ t equal to 0 സെക്കൻഡിൽ t equal to 0 സെക്കൻഡിൽ ദർ ഇസ് എ ഡിസിലറേഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ ബി ഓപ്ഷൻ ശരിയാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് നോക്കി വെക്കാം. t equal to 1 ഉള്ള കേസ് എന്താ, t equal to 2 കേസ്, 0 കേസ്, ബാക്കിയുള്ളതൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യാം. പക്ഷെ ഇവിടെ ഒരു ആൻസർ അല്ലേ ട്രൂ ഉള്ളൂ ഈ കേസിലൊക്കെ. അപ്പോൾ ബി എന്നുള്ളത് നമുക്ക് ട്രൂ ആണെന്ന് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 7 പറയുന്നത്? എ ബോട്ട് ഈസ് മൂവിങ് ഫ്രം ഈസ്റ്റ് ബാങ്ക് ടു ദ വെസ്റ്റ് ബാങ്ക് ഓൺ എ സൗത്ത് ഫ്ലോയിങ് റിവർ. സൗത്തിലേക്ക് ഫ്ലോ ചെയ്യുന്ന റിവറാണ് ഉള്ളത്. ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക്, ഈസ്റ്റ് ബാങ്ക് ടു വെസ്റ്റ് ബാങ്ക് ഓൺ എ സൗത്ത് ഫ്ലോയിങ് റിവർ. ഇഫ് ദ സ്പീഡ് ഓഫ് ദ ബോട്ട് ഈസ് 4 km/h ആൻഡ് ദാറ്റ് ഓഫ് ദ റിവർ ഈസ് 3 km/h, ഇഫ് ദ വിഡ്ത്ത് ഓഫ് ദ റിവർ ഈസ് 2 km, ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോട്ട്. ബോട്ട് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഇവിടുത്തെ കേസിൽ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് വേണമെങ്കിൽ നമുക്ക് സാധാരണ പോലെ തന്നെ എടുക്കാം. ഇത് നോർത്ത് സൗത്ത്, ഇത് ഈസ്റ്റ് വെസ്റ്റ്. അപ്പോൾ സൗത്തിലേക്ക് ഫ്ലോ ചെയ്യുന്ന റിവറാണ് നമ്മളെടുത്തുള്ളത്. അതിൽ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ് ബോട്ട് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, സ്പീഡ് ഓഫ് ബോട്ട് 4 km/h ആണ്. 4 km/h ആണ് സ്പീഡ് ഓഫ് ബോട്ട്. ബോട്ട് ഈസ് മൂവിങ് ഫ്രം ഈസ്റ്റ് ബാങ്ക് ടു വെസ്റ്റ് ബാങ്ക് ഓഫ് സൗത്ത് ഫ്ലോയിങ് ഇഫ് ദ സ്പീഡ് ഓഫ് ബോട്ട് ഈസ് 4 ആൻഡ് ദാറ്റ് ഓഫ് റിവറിന്റെ സ്പീഡ് 3 km/h ആണ്. റിവറിന്റെ സ്പീഡ് 3 km/h ആണ് സൗത്തിലേക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ വിഡ്ത്ത് ഓഫ് ദ റിവർ ഈസ് 2 km. റിവറിന്റെ വിഡ്ത്ത്
2 കിലോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോട്ട് എത്രയാണ്? ബോട്ട് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബോട്ട് ആക്ച്വലി ട്രാവൽ ചെയ്യുന്നത്, അതിൻ്റെ ബോട്ടിൻ്റെ ആക്ച്വൽ ട്രാവലിംഗ് ഇങ്ങനെ വരിക, അതിൻ്റെ റിസൾട്ടൻറ്റ് അല്ലേ, റിസൾട്ടൻറ്റ് ഇങ്ങനെ വരിക. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഇവിടുത്തെ കേസിൽ ഇത് ഓൾറെഡി 2 കിലോമീറ്റർ ആണ് അല്ലേ. ഇത് 2 കിലോമീറ്റർ ആകുമ്പോൾ ഇവിടുത്തെ ടൈം എത്രയാണ് നമുക്ക് ഇവിടെ തന്നെ മനസ്സിലാവും. 4 km/h എന്നുള്ള സ്പീഡിൽ ഉള്ള ആളാണ് 2 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നത്. അത് ഇവിടെ തന്നെ നമുക്ക് ടൈം ക്ലിയർ ആണ്. അപ്പോൾ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്നുള്ളതുകൊണ്ട് ആ സ്പീഡ് 4 km/h ആണ് ആ ഡയറക്ഷനിലുള്ള സ്പീഡ് എന്നുള്ളതുകൊണ്ട് t = ½ an hour എന്ന് കിട്ടും നമുക്ക്. അപ്പോൾ ½ hourൽ ഈ വെലോസിറ്റിയിൽ എത്ര ദൂരം ട്രാവൽ ചെയ്യും? എത്രയാണ്? പൈതഗോറസ് തിയറം വെച്ചിട്ട് √4² + 3² എന്ന് പറഞ്ഞാൽ നമുക്ക് 5 അല്ലേ കിട്ടുക? എല്ലാവർക്കും ഡൗട്ട് ഇല്ലല്ലോ. 5 km/h അല്ലേ. അപ്പോൾ ആ 5 km/h എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. ആ ഡയറക്ഷനിലുള്ളത് മാത്രം. ആ ഡയറക്ഷനിൽ എത്ര? 5 km/h ആണ് സ്പീഡ് ഇൻറ്റു ടൈം ½ an hour. അപ്പോൾ നമുക്ക് 2.5 km ആണ് ട്രാവൽ ചെയ്യാമെന്ന് കിട്ടും. ഓക്കെ, 2.5 km ആണ് ബോട്ട് ട്രാവൽ ചെയ്യുന്നതെന്ന് കിട്ടും. അതിൻ്റെ ആൻസർ D ആണ് വരും, 2.5 km. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8. ക്വസ്റ്റ്യൻ നമ്പർ 8 എന്താണ്? എ ബീഡ് ഈസ് ടൈഡ് ഓൺ വൺ എൻഡ് ഓഫ് എ സ്റ്റിഫ് റോപ്പ് ഓഫ് ലെങ്ത് 1 meter. With the other end of the rope as the center, the rope is rotated such a way that 10 revolutions per second. The centripetal acceleration of the bead is. സെൻട്രിപിറ്റൽ ആക്സലറേഷൻ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? സെൻട്രിപിറ്റൽ ആക്സലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല v²/r ആണ്. എല്ലാവർക്കും അറിയാതെ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? v²/r ആണ്. അത് ഒന്നുകിൽ v²/r നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ r⍵² എടുക്കാം അല്ലേ. സോ സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു r⍵² എടുക്കാം. v²/r എന്നുള്ള ഫോർമുല ഉണ്ട്, r⍵² എന്നുള്ള ഫോർമുല ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചില ആൾക്കാർ ക്വസ്റ്റ്യൻ സ്ക്രീൻ ക്ലിയർ അല്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ക്വാളിറ്റി ഒന്ന് കൂട്ടി ഞാൻ പരമാവധി ക്വസ്റ്റ്യൻ ക്ലിയർ ആക്കാൻ നോക്കിയിട്ടുണ്ട്. ഒന്ന് ഞാൻ വായിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ. അത് വെച്ചിട്ട് നിങ്ങളൊന്ന് നോട്ട് കൊണ്ടിരുന്ന എന്തെങ്കിലും ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻട്രിപിറ്റൽ ആക്സലറേഷൻ ഈക്വൽ ടു r എന്നുള്ള ഫോർമുല അറിയാം. അപ്പോൾ ഈ r⍵² എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ഈ AC is equal to റേഡിയസ് 1 meter ആണ് ഇൻറ്റു ω² എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടുത്തെ കേസിൽ 10 revolutions per second ആണ്. അപ്പോൾ ആദ്യം നമ്മൾ അത് ഫൈൻഡ് ചെയ്യാം. 10 revolutions per second എന്ന് പറഞ്ഞാൽ ഒരു റെവല്യൂഷൻ 2π ആംഗിൾ ആണ്. സോ 10 × 2π radian per second ആണ് ശരിക്കും 10 revolutions per second കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ω എന്ന് പറഞ്ഞാൽ ശരിക്കും 20π² ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 400π² ആണ് നമ്മുടെ ആക്സലറേഷൻ വരിക. ഓക്കെ, m/s². അപ്പോൾ ഓപ്ഷൻ എ അല്ലേ വരിക ആൻസർ. ഓക്കെ, യെസ്, എ എന്ന് പറഞ്ഞ ആൻസർ AR എന്ന് പറഞ്ഞ കുട്ടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കാം. 9ൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്നാണ് ക്വസ്റ്റ്യൻ. ദ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻ സ്പേസ് ഇസ് ഗിവൺ ബൈ E is equal to 5 sin അല്ലേ 5 sin 2π/3 z minus ωt y. Which of the following statement is correct? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കി നോക്കുക. ദ വേവ് പ്രൊപ്പഗേറ്റ്സ് അലോങ് വൈ. വേവ് വൈയിലൂടെ അല്ലല്ലോ പ്രൊപ്പഗേറ്റ് ചെയ്യുക. കാരണം ഇലക്ട്രിക് ഫീൽഡ് വൈയിലൂടെ ആണെങ്കിൽ എന്തായാലും വൈയിലൂടെ അല്ല, വൈക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഡയറക്ഷനിലായിരിക്കും പ്രൊപ്പഗേറ്റ് ചെയ്യുക, പിന്നെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. അപ്പം അത് തെറ്റാണ്. ദ വേവ് വെക്ടർ ഈസ് ഗിവൺ ബൈ k is equal to 2π/3 z. നമുക്ക് സെറ്റിലൂടെയാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യണത്. മാത്രമല്ല അതിൻ്റെ വേവ് വെക്ടറിന്റെ വാല്യൂ 2π/3 ആണ്. അത് കറക്റ്റ് ആണ്. നമുക്ക് 2π/3 z എന്നുള്ളത് കൊണ്ട് 2π/3 z വെക്ടർ രീതിയിലാണ് നമ്മൾ വേവ് വെക്ടറിന് എഴുതുക. സോ ദിസ് ഇസ് കറക്റ്റ് ബി. നമ്മൾ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്നാണ് ഇതിന് സാധാരണ പറയാറ്. ആ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റിനെ വിത്ത് വേവിന്റെ ഡയറക്ഷനും കൂടെ കൊടുക്കുമ്പോഴാണ് നമ്മൾ അതിന്റെ വേവ് വെക്ടർ എന്നുള്ള ഒരു ടെർമിനോളജിയിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കി നോക്കുക നിങ്ങൾ. അതിൽ ഇതാണ് ബി ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 10. ക്വസ്റ്റ്യൻ നമ്പർ 10 എന്താണ്? ദ റേഡിയേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ
100 watt ബൾബ് അല്ലെ ഹാസ് ദ ഫോളോയിങ് പ്രോപ്പർട്ടി. 100 വാട്ട് ബൾബിൻ്റെ റേഡിയേഷൻസിന് എന്ത് പ്രോപ്പർട്ടിയാണ് ഉള്ളത് എന്നുള്ളതാണ്. കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഏതാണെന്ന് ചോദിച്ചത്. റേഡിയേഷൻ ഇൻ ദ ഫോം ഓഫ് EM വേവ് വിച്ച് ക്യാരീസ് എനർജി ബട്ട് നോട്ട് മൊമെൻറ്റം. നമുക്ക് ആലോചിച്ച് നോക്കുക, റേഡിയേഷൻസ് EM വേവിൻ്റെ ഫോമിലാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എനർജി ഉണ്ടാവും, മൊമെൻറ്റം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഓപ്ഷനാണ് ഇതിൽ കറക്റ്റ് ആവുക. അങ്ങനെ ഒരു ഓപ്ഷൻ ഏതാണ്? സി ആണ്. ക്യാരീസ് ബോത്ത് എനർജി ആൻഡ് മൊമെൻറ്റം. സി ആണ് ആൻസർ വരിക കേട്ടോ, സി. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11. A parallel plate capacitor of capacitance C with circular plates of radii R0 located at positions plus or minus alpha is connected in series with a resistor R and is charged by a battery of voltage V. അപ്പോൾ ഒരു ചാർജിങ് പ്രോസസ്സാണ് നടക്കുകയാണ്, കപ്പാസിറ്ററിൻ്റെ ചാർജിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൺസിഡർ എ സർക്കുലർ ലൂപ്പ് L ഓഫ് റേഡിയസ് R0/2 parallel to the capacitor plates is located at the center. അപ്പം എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ആംബീരിയൻ ലൂപ്പ് എടുക്കൂലേ, അതേപോലെ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്തു. എവിടെ? ഈ കപ്പാസിറ്റർ പ്ലേറ്റ്സിൻ്റെ അകത്ത്. നമുക്ക് EM വേവ്സിലൊക്കെ സാധാരണ നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ കാര്യം വരുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് കറക്റ്റ്? ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ഒക്കെയാണ് കറക്റ്റ്? നമുക്ക് ചാർജ് ഓൺ കപ്പാസിറ്റർ അറ്റ് ടൈം ടി, കപ്പാസിറ്റർ ചാർജിങ്ങിന്റെ ടൈമിൽ ചാർജ് അറ്റ് ടൈം ടി ഇക്വേഷൻ എന്താണ്? Q of t is equal to Q0 into 1 minus e raised to minus t by RC അല്ലേ? അങ്ങനെയല്ലേ വരാം? കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് എഴുതാം. e raised to minus t by RC എന്നുള്ള ഫോമിലാണ് വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് ശരിക്കും കപ്പാസിറ്റർ ചാർജിങ്ങിന്റെ ഇക്വേഷൻ. ഈ Q0 എന്ന് പറഞ്ഞാൽ മാക്സിമം എത്ര പോസിബിൾ ആ കപ്പാസിറ്റൻസിന്റെ C ഇൻറ്റു അവിടെയുള്ള V, ആ സെല്ല് കൊടുത്ത V. സോ CV ഇൻറ്റു e raised to minus 1 minus e raised to minus t by RC എന്നാണ് വരിക. അപ്പോൾ അത് ഫസ്റ്റ് ഓപ്ഷൻ അല്ല, CR ഇൻറ്റു എന്നാണ്. അത് തെറ്റാണ്. സെക്കൻഡ് ഓപ്ഷൻ CV ഇൻറ്റു എന്നാണ്, പക്ഷെ t by RC എന്നല്ല. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനും തെറ്റാണ്. ഇനി ദ ഫ്ലക്സ് ത്രൂ ദ ലൂപ്പ് L ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ഇറ്റ്. അല്ല, ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ ആണ്. അപ്പോൾ ആ ഏരിയ കൂടുന്നതനുസരിച്ച് ഫ്ലക്സ് കൂടും. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് അവിടെ കോൺസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡാണ് കപ്പാസിറ്ററിന് ഉള്ളിൽ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇനി ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡയറക്റ്റഡ് ഓർത്തോഗണൽ ടു ദ ലൂപ്പ് L. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ലൂപ്പ് Lന് ഓർത്തോഗണൽ ആയിട്ടാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയല്ല, നമ്മൾ പിന്നെ ആ ലൂപ്പ് വരച്ചു കഴിഞ്ഞാൽ ലൂപ്പിന് ടാൻജൻഷ്യൽ ആയിട്ടാണ്. അങ്ങനെയല്ല നമ്മൾ ആംബിയൻ ലൂപ്പ് വരക്കണ തന്നെ, ലൂപ്പിന് ടാൻജൻഷ്യൽ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. അതുകൊണ്ട് ഈസ് എലോങ് ദ ലൂപ്പ് L എന്നുള്ള എന്നുള്ള ആൻസർ ആണ് പെർഫെക്റ്റ് ആയിട്ട് വരിക. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 12 എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 12 പറയുന്നത് എ മോണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു 1/6.63 into 10⁻16 ഹെർട്സ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ലേസർ. ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ലേസർ. അതിന്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. The power emitted is P is equal to 10⁻⁻² watt. Power 10⁻⁻² watt തന്നിട്ടുണ്ട്. The average number of photons per second emitted by the source is. ഒരു എത്ര ഫോട്ടോൺസ് ഒരു സെക്കൻഡിൽ എമിറ്റ് ചെയ്തിട്ടുണ്ട്? നമുക്ക് ഇവിടുത്തെ കേസിൽ ഒരു ഫോട്ടോണിന്റെ എനർജി ആണ് hν ആണ് അല്ലേ? അപ്പോൾ ഇവിടെ n ഫോട്ടോൺസ് ഉണ്ടെങ്കിൽ nhν ആണ് എനർജി. n ഫോട്ടോൺസ് ഒരു സെക്കൻഡിൽ എമിറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ nhν/t അല്ലേ? ബൈ ടി എന്നുള്ളത് ആ രീതിയിൽ ഇത് ഒരു പവറിന്റെ ഫോമിൽ തന്നെയാണ് ഇത് വരിക. സോ ഈ n എന്നുള്ളത് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് ആണ് എടുക്കുന്നത്. പക്ഷെ n എന്നുള്ളത് നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ സെക്കൻഡ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എന്താണ് ടോട്ടൽ പവർ ആയിട്ട് ഇതിനെ അസ്യൂം ചെയ്യാം. അപ്പോൾ nhν ഇസ് ഈക്വൽ ടു എന്ത് ഇവിടുത്തെ പവർ എന്ന് കൊടുക്കുക 10⁻². അപ്പൊ n ആണ് നമ്മളിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ n ഇൻറ്റു h എന്ന് പറഞ്ഞാൽ 6.63 into 10⁻34 അല്ലേ? ഇൻറ്റു ന്യൂ എന്ന് പറഞ്ഞാൽ 1/6.63 ഇൻറ്റു 10⁻16 ന്യൂമറേറ്ററിലാണ്. 10⁻16 ന്യൂമറേറ്ററിലാണ്. സോ ഇൻറ്റു 10⁻16 ഇസ് ഈക്വൽ ടു 10⁻². അപ്പോൾ ആ 6.63 ക്യാൻസൽ ചെയ്യും. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ തന്നിട്ടുള്ളത്. പിന്നെ n ഇൻറ്റു 10⁻². ഇവിടെ -34 + 16 കൂടെ മൈനസ് എന്താണ് 12 അല്ലേ? സോറി -34 -18 ഇസ് ഈക്വൽ ടു 10⁻² എന്ന് വരും. അപ്പോൾ നമുക്ക് 10⁻16 ആണ് n എന്ന് കിട്ടും.
അപ്പോൾ ഇ ആണ് ആൻസർ വരിക. ഓക്കെ, കിഫാഹ് 12th ആൻസർ ബി ആണോ? ബി എന്നാണോ കിട്ടിയത്? ഇ എന്നല്ല ആൻസർ വരിക, 10⁻16 എന്നാണ് ആൻസർ വരിക കേട്ടോ. ഓക്കെ, AR ആൻസർ പറഞ്ഞിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ്റെ വിചാരിക്കുന്നു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13. The work function of 3 photosensitive materials used to build photoelectric devices are given as. നമുക്ക് വർക്ക് ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. എന്താണ് ഈ വർക്ക് ഫങ്ഷൻ? മിനിമം എനർജി, അത്രയെങ്കിലും എനർജി കൊടുത്താലേ അതിൽ നിന്ന് ഇലക്ട്രോൺ എമിഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ സോഡിയത്തിൻ്റെ കേസിൽ അത് 2.75 ഇലക്ട്രോൺ വോൾട്ട് ആണ്. കോപ്പറിൻ്റെ കേസിൽ അത് 4.65 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഗോൾഡിൻ്റെ കേസിൽ അത് 5.1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് കറക്റ്റ്? ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആവുക എന്നുള്ളതാണ് ചോദ്യം. അതിൽ ഫ്രീക്വൻസി ഓഫ് വിസിബിൾ ലൈറ്റിന്റെ റേഞ്ച് 4 × 10⁻14 to 8 × 10⁻14 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ടത് ഇലക്ട്രോൺ വോൾട്ടിൽ വിസിബിൾ ലൈറ്റിന്റെ റീജിയൻ മനസ്സിലാക്കി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇലക്ട്രോൺ വോൾട്ടിൽ വിസിബിൾ ലൈറ്റിന്റെ റീജിയൻ എപ്പോഴും 1.8 ഇലക്ട്രോൺ വോൾട്ട് to 3 ഇലക്ട്രോൺ വോൾട്ട് ആണ് ഏകദേശം വരിക, വിസിബിൾ ലൈറ്റിന്റെ റീജിയൻ. ഇതിനേക്കാളും എനർജി കൂടിയത്, 3 ഇലക്ട്രോൺ വോൾട്ടിനേക്കാളും എനർജി കൂടിയത് ആരാണ്? അൾട്രാ വയലറ്റ്. 1.8 ഇലക്ട്രോൺ വോൾട്ടിനേക്കാളും എനർജി കുറഞ്ഞതെന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കുറഞ്ഞത്, വേവ് ലെങ്ത് കൂടിയത് അല്ലേ? അപ്പോൾ ആ വേവ് ലെങ്ത് കൂടിയത് റെഡിന്റെ ഇൻഫ്രാറെഡ് ആയിരിക്കും. അപ്പോൾ 1.8നേക്കാളും താഴെയുള്ളത് ഇൻഫ്രാറെഡ്, 3 ഇലക്ട്രോൺ വോൾട്ടിനേക്കാളും കൂടിയത് എന്തായിരിക്കും? അൾട്രാ വയലറ്റ് ആയിരിക്കും. ഇപ്പം നമുക്ക് ഇനി നോക്കാം. ഡിവൈസസ് ബിൽഡ് ബൈ കോപ്പർ ആൻഡ് ഗോൾഡ് ക്യാൻ ഓപ്പറേറ്റ് വിത്ത് വിസിബിൾ ലൈറ്റ്. കോപ്പറും ഗോൾഡും വിസിബിൾ ലൈറ്റിന്റെ റേഞ്ചിലല്ല വരുന്നത്. വിസിബിൾ ലൈറ്റ് 1.8ന്റെയും 3ന്റെ ഇലക്ട്രോൺ വോൾട്ടിന്റെ ഇടയിലാണ് വരിക. ശരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, ഈ തന്നിരിക്കുന്ന ഫ്രീക്വൻസി യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷേ ഏകദേശം ഈ റേഞ്ചിലാണ് വരിക. സോ 1.8ന്റെയും 3ന്റെ ഇടയിലല്ലല്ലോ കോപ്പറും ഗോൾഡും വരുന്നത്, അപ്പോൾ തെറ്റാണ്. ഇനി ഡിവൈസസ് ബിൽഡ് യൂസിങ് സോഡിയം ക്യാൻ ഓപ്പറേറ്റ് വിത്ത് അൾട്രാ വയലറ്റ് ലൈറ്റ്. സോഡിയത്തിന് അൾട്രാ വയലറ്റ് ലൈറ്റ് വെച്ചിട്ടാണ് ക്യാൻ ഓപ്പറേറ്റ് വിത്ത് അൾട്രാ വയലറ്റ് ലൈറ്റ്. അൾട്രാ വയലറ്റ് ലൈറ്റ് വെച്ചിട്ട് പറ്റുന്നു. അൾട്രാ വയലറ്റ് ലൈറ്റ് പറഞ്ഞാൽ 3 ഇലക്ട്രോൺ വോൾട്ടിന്റെ മേലെയാണ്. പക്ഷെ 3 ഇലക്ട്രോൺ വോൾട്ടിന്റെ മേലെ ഇൻസിഡന്റ് ചെയ്താൽ ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. കാരണം സോഡിയത്തിന്റെ വർക്ക് ഫംഗ്ഷൻ അതിന് 2.75 ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് കറക്റ്റ് ആണ്. ഡിവൈസസ് ബിൽഡ് യൂസിങ് സോഡിയം ക്യാൻ ഓപ്പറേറ്റ് ഇൻ അൾട്രാ വയലറ്റ് ലൈറ്റ് ശരിയാണ്. ബാക്കിയുള്ളത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, മനസ്സിലാക്കി നോക്കുക. ഇൻഫ്രാറെഡിൽ ഇതിൽ ആർക്കും തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം 1.8ന് താഴെയാണ് ഇൻഫ്രാറെഡ് കൊടുത്താൽ ആർക്കും ഇലക്ട്രോൺ എമിഷൻ സംഭവിക്കില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ്. An object placed at 9 cm in front of optics എന്നാണ് അല്ലേ, in front of a concave mirror of radius of curvature എന്താണ് 12 cm. 9 സെന്റിമീറ്ററിലാണ് ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത്. റേഡിയസ് ഓഫ് കർവേച്ചർ 12 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ സാധാരണ കേസിൽ കോൺകേവ് മിററിന്റെ റേഡിയസ് ബൈ 2 അല്ലേ ഫോക്കസ് ആയിട്ട് എടുക്കുക അല്ലേ, ഫോക്കസ് ആയിട്ട് എടുക്കുക. റേഡിയസ് ബൈ 2 ആണ്. അപ്പോൾ അതുകൊണ്ട് 6 സെന്റിമീറ്റർ ആണ് ഫോക്കൽ ലെങ്ത്. അപ്പോൾ 6 സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള കോൺകേവ് മിററിന്റെ 6 സെന്റിമീറ്റർ ആണ് എഫ് ഉള്ളത്. അതിന്റെ 6 സെന്റിമീറ്ററിന്റെ ഉള്ള ഫോക്കൽ ലെങ്ത് ഉള്ള ആൾക്ക് 9 സെന്റിമീറ്ററിൽ കൊണ്ടുപോയിട്ട് ഒരു ഒബ്ജക്റ്റ് വെച്ചു. അപ്പൊ അത് എഫിന്റെ സിന്റെ ഇടയിലാണ് ഒബ്ജക്റ്റ്. എഫിന്റെ സിന്റെ ഇടയിലാവുമ്പോൾ ഇമേജ് എവിടെ ഉണ്ടാവുക? ബിയോണ്ട് സി അല്ലെ, സി ബിയോണ്ട് സി ആണ് ഇമേജ് ഉണ്ടാവുക. അത് ഇൻവേർട്ടഡ് ആയിരിക്കും, റിയൽ ആയിരിക്കും, മാഗ്നിഫൈഡ് ആയിരിക്കും. അപ്പൊ മാഗ്നിഫൈഡ്, റിയൽ, ഇൻവേർട്ടഡ് ഇമേജ് എന്നാണ് ആൻസർ വരിക. 36 സെന്റിമീറ്റർ ആണ് ബിഹൈൻഡ് ദ മിറർ ആണോ 36 സെന്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആണോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അവിടെ. കാരണം ഈ ഓപ്ഷൻ നോക്ക്, ഇമേജ് ഈസ് മാഗ്നിഫൈഡ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ് അല്ലെ, ഈ ഓപ്ഷനാണ് കറക്റ്റ് ആവുക. ഓക്കെ അല്ലേ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14 നോക്കാം. എൻ ഒപ്റ്റീഷ്യൻ പ്രിസ്ക്രൈബ്സ് എ ലെൻസ് ഓഫ് പവർ പ്ലസ് 2.5D. ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ഇൻ വാട്ടർ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ് ആൻഡ് വാട്ടർ ആർ റെസ്പെക്റ്റീവ്ലി 1.5 and 1. ഈ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് മാത്രമാണ് ചോദിച്ചിരിക്കുക. ഈ ഫോക്കൽ ലെങ്ത് വാട്ടറിലല്ല, ഫോക്കൽ ലെങ്ത് മാത്രമാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ പറ്റും? ഫോക്കൽ ലെങ്ത് എഫ് ഇസ് ഈക്വൽ ടു നേരത്തെ ക്വസ്റ്റ്യൻ ഈ ആണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. ഓക്കെ, കിഫാഹ്, റിമ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ്. ഇനി എഫ് ഫോക്കൽ ലെങ്ത് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? 1/പവർ ആണ് അല്ലേ. പക്ഷെ സെന്റിമീറ്ററിൽ കണ്ടുപിടിക്കാൻ 100/പവർ എടുക്കുക. നേരെ
ഇത് മീറ്ററിൽ കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 100 ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നേരെ 100/2.5 ചെയ്താൽ നമുക്ക് 40 അല്ലേ കിട്ടുക, 40. അപ്പോൾ 40 സെൻറ്റിമീറ്റർ ആണ് ശരിക്കും വേണ്ടത് ഇതിൻ്റെ ഫോക്കൽ ലെങ്ത്. പക്ഷേ എന്താ പറഞ്ഞിട്ടുള്ളത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സസ് ഓഫ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസ് ഇൻ വാട്ടർ. വാട്ടറിലുള്ള ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. വാട്ടറിൽ 40 അല്ല, വാട്ടറിൽ ശരിക്കും ഇൻറ്റു 4 ആണ് ഏകദേശം. നമുക്ക് ചെയ്ത് തന്നെ നോക്കാം. 1/f is equal to അല്ലേ, നമുക്ക് ഇത് എയറുള്ള കേസാണ് വിചാരിക്കാം. എയറുള്ള കേസാണെങ്കിൽ നമുക്ക് ആ ലെൻസ് മേക്കേഴ്സ് ഫോർമുല അല്ലേ, ലെൻസ് മേക്കേഴ്സ് ഫോർമുല അപ്ലൈ ചെയ്യാം. സോ mu2 minus mu1 by mu1 minus mu2 by mu2. നിങ്ങൾ ലെൻസിന്റെ മീഡിയം mu2 ആണ്, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് mu2 ആണ്, ലെൻസ് വെച്ച മീഡിയം mu1 ആണ് എന്നുണ്ടെങ്കിൽ mu2 minus mu1 by mu1 ഇൻറ്റു 1/r1 minus 1/r2 എന്നാണ് വരിക അല്ലേ, അങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിന്റെ കേസിൽ ഇപ്പോൾ ഈ mu2 minus mu1 by mu1 ഇൻറ്റു 1/r1 minus 1/r2 എന്നുള്ള ഫോർമുല യൂസ് ചെയ്യും 1/f_air കിട്ടും. f_air ആവുമ്പോൾ ഈ ഇതിന് mu1 എടുക്കേണ്ട ആവശ്യമില്ല, mu2 minus 1 എന്ന് മാത്രം എടുത്താൽ മതി. അത് ലെൻസ് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് ഇതിനെ 1.5 minus 1 എന്ന് എഴുതാം അല്ലേ. സോ 1.5 minus 1 ഇൻറ്റു 1/r1 minus 1/r2 എന്നെഴുതാം. അതുപോലെ 1/f വാട്ടറിലാണ് ഇമ്മേഴ്സ് ചെയ്തതെന്നുണ്ടെങ്കിൽ 1/f വാട്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1.5 minus 1.33 ഡിവൈഡഡ് ബൈ 1.33 ഇൻറ്റു 1/r1 minus 1/r2 തന്നെ വരും. ഈ 1/r1 minus 1/r2 വ്യത്യാസമൊന്നുമില്ല. ഇത് രണ്ടും ഡിവൈഡ് ചെയ്താൽ, ഈ രണ്ട് ഇക്വേഷൻസ് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എഫ് വാട്ടർ ഡിവൈഡ് ബൈ f_air എന്ന് വരും, ഇസ് ഈക്വൽ ടു 1.5 minus 1 നോക്കുക. ഈ 1.5 minus 1 ആദ്യം വരും ബൈ 1.5 minus 1.33 ഇൻറ്റു 1.33 മേലെ വരും. അപ്പോൾ ഈ f_air നമുക്ക് ഓൾറെഡി 40 സെൻറ്റിമീറ്റർ ആണെന്ന് അറിയാം. അപ്പോൾ ആ 40 സെൻറ്റിമീറ്റർ അപ്പുറത്തേക്ക് എടുത്താൽ എഫ് വാട്ടർ ഇസ് ഈക്വൽ ടു 0.5 ബൈ 1.5 എന്ന് 1.33 കുറച്ചാൽ 0.17 ഇൻറ്റു 1.33 ഇൻറ്റു 40 അങ്ങനെയാണ് കിട്ടും. അപ്പോൾ നമുക്ക് ഇത് ഓപ്ഷൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ 2660 ബൈ ഇതൊക്കെ ബൈ 70 എന്നുള്ള ആ സംഭവം ഉണ്ടല്ലോ, അത് കിട്ടും. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഈ 2660 ബൈ 70 എന്നുള്ള ഓപ്ഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഈ മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഇവിടെ 0.17 ഉണ്ട്, അപ്പോൾ അതിനോട് താഴെ ഇൻറ്റു 100 ചെയ്താൽ മതി. എന്നിട്ട് ചെയ്ത് നോക്കാം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ്. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 16? ഇൻ എ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ ഓഫ് വിഡ്ത്ത് ആൽഫ ബൈ എ മോണോക്രോമാറ്റിക് സോഴ്സ് ഓഫ് വേവ് ലെങ്ത് ലാംഡ ദ ഫസ്റ്റ് മിനിമം ഓഫ് ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഒക്കേഴ്സ് അറ്റ് എൻ ആംഗിൾ. അതായത് ഇത് സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആരെങ്കിലും വേവ് ഒപ്റ്റിക്സ് പഠിച്ചവരുണ്ടെങ്കിൽ ഈ ആൻസർ കൃത്യമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ ഹാർവസ്റ്റിൻ്റെ ഓൺലൈൻ ഫ്രീ ക്രാഷ് ഉണ്ട്, അതിൽ വേവ് ഒപ്റ്റിക്സ് ഇപ്പോൾ ഇന്നലത്തെ ടോപ്പിക് ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് കണ്ട ആൾക്കാർക്കാണെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു കറക്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഡിഫ്രാക്ഷന് സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷന് നമുക്ക് ഈ സെൻട്രലിൽ മാക്സിമം ആണ് ഉണ്ടാവുക. അതിൽ ഫസ്റ്റ് മിനിമം ഏത് ആംഗിളിലാണ് സംഭവിക്കുക? ലാംഡ ബൈ എ. ഇവിടുത്തെ കേസിൽ എക്ക് പകരമാണ് വിഡ്ത്ത് ആൽഫ തന്നിട്ടുള്ളത്. സോ ലാംഡ ബൈ ആൽഫ. സെൻട്രൽ മാക്സിമത്തിന്റെ ടോട്ടൽ വിഡ്ത്താണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ വിഡ്ത്ത് 2 ലാംഡ ബൈ എ വരും. 2 ലാംഡ ബൈ എ. ക്ലിയർ ആണെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 17. A monochromatic source of wavelength 600 nanometer was used in Young's double slit experiment to produce interference pattern. അപ്പോൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ വേവ് ലെങ്ത് 600 നാനോമീറ്റർ ഉള്ള ഒരാളെ നമ്മൾ യൂസ് ചെയ്തു. I1 is the intensity of light at a point of the screen where the path difference is 150. അപ്പോൾ പാത്ത് ഡിഫറൻസ് 150 എന്ന് പറഞ്ഞാൽ ശരിക്കും ആ പാത്ത് ഡിഫറൻസ് എന്താ? 150 എന്ന് പറഞ്ഞാൽ ആരാ? ലാംഡ 600 ആണേ. ലാംഡ 600 ആണേ. അപ്പോൾ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ ശരിക്ക് ലാംഡ ബൈ 4 ആണ്. അപ്പോൾ ഫേസ് ഡിഫറൻസ് എത്രയായിരിക്കും? ഈ പാത്ത് ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫേസ് ഡിഫറൻസ് എന്തായിരിക്കും? ലാംഡ ബൈ 4 എന്ന പാത്ത് ഡിഫറൻസ് കമ്പയർ ചെയ്തിട്ട് അല്ലേ, ഫേസ് ഡിഫറൻസ് ബൈ 2π = പാത്ത് ഡിഫറൻസ് ബൈ ലാംഡ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. സോ ലാംഡ ക്യാൻസൽ ചെയ്ത് 1/4. സോ ∆φ = π/2 എന്ന് കിട്ടും.
പാത്ത് ഡിഫറൻസ് π/2 ആണെന്ന് കിട്ടും. അപ്പോൾ പാത്ത് ഡിഫറൻസ് π/2 ആവുന്ന സമയത്തുള്ള ഇൻറ്റൻസിറ്റിയാണ് I1. ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് വേവ് ഒപ്റ്റിക്സിലെ ഫോർമുല അറിയാം. ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ 2 ഇൻറ്റൻസിറ്റി, ഇപ്പം ഇവിടുത്തെ കേസിൽ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ട് ഇൻറ്റൻസിറ്റിയും സെയിം ആണ് അല്ലേ, രണ്ടാളും സെയിം ഇൻറ്റൻസിറ്റി ആണ്. സോ നമുക്ക് I പ്ലസ് ആ ഇൻറ്റൻസിറ്റി I ആയിക്കോട്ടെ. അപ്പോൾ I പ്ലസ് I 2I പ്ലസ് 2√I1I2 കോസ് അല്ലേ, 2√I1I2 ആണ് 2√I² കോസ് π/2. ഈ അറിയാത്ത ആൾക്കാർക്ക് ടോട്ടൽ ഇൻറ്റൻസിറ്റി നെറ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും I1 പ്ലസ് I2 പ്ലസ് 2√I1I2 കോസ് φ എന്നുള്ള ഫോർമുല ഉണ്ട് നമുക്ക് ഇൻറ്റൻസിറ്റിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇവിടുത്തെ കേസിൽ അത് തന്നെ വരും. I1 പ്ലസ് I2 പ്ലസ് 2√I1I2 കോസ് φ എന്നുള്ളതുകൊണ്ട് 2I പ്ലസ് √2I² കോസ് π/2. കോസ് π/2 0 ആണ്. സോ I1 ഈക്വൽ ടു 2I ആണ്. ഇനി എന്താണ് അടുത്തത്? ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് വെർ ദ പാത്ത് ഡിഫറൻസ് ഇസ് 200. ഈ പാത്ത് ഡിഫറൻസ് 200 ആണ്. 600/3 അല്ലേ 200. അപ്പോൾ പാത്ത് ഡിഫറൻസ് Δx ഇസ് ഈക്വൽ ടു λ/3 ആണ്. എങ്കിൽ Δφ എത്ര? λ/3 ബൈ ലാംഡ ഇൻറ്റു 2π അല്ലേ ഫോർമുല. അപ്പോൾ ലാംഡ ക്യാൻസൽ ചെയ്ത് 2π/3 ആണ് Δφ. Δφ 2π/3 ആണ്. I2 എന്തായിരിക്കും? ഇതേ ഇക്വേഷൻ ആണ്. I2 ഇസ് ഈക്വൽ ടു 2I പ്ലസ് √2I² കോസ് 2π/3. ഓക്കെ, ഫോളോ ഉണ്ടോ? സോ 2I പ്ലസ് √2I² എന്ന് പറഞ്ഞാൽ √2I തന്നെ, I² റൂട്ട് I കോസ് 2π/3 എന്ന് പറഞ്ഞാൽ കോസ് 120. കോസ് 120 പറഞ്ഞാൽ മൈനസ് ഹാഫ് ആണോ പ്ലസ് ഹാഫ് ആണോ? മൈനസ് ഹാഫ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 2I മൈനസ് അല്ലെ 2I മൈനസ് ഇവിടുത്തെ കേസിൽ √2√I1I2 ആണ്. ഈ റൂട്ടിൻ്റെ പുറത്താണ് 2 കേട്ടോ. ഫോർമുലയിൽ 2√I1I2 ആണ്. ഞാൻ ഇവിടെ എഴുതിയപ്പോൾ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ എഴുതിയപ്പോൾ ഈ ഫോർമുലയിൽ എഴുതിയപ്പോൾ ആ റൂട്ടിൻ്റെ പുറത്തായി അകത്തായി പോയിട്ടു. 2√I1I2 ആണ്. അപ്പോൾ 2 പുറത്ത് വരും. അപ്പോൾ ഇത് ശരിക്കും 2 ആണ്. 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2I മൈനസ് I എന്ന് വരും. സോ I ആണ് ആൻസർ വരും. പക്ഷെ നമ്മളോട് ചോദിച്ചത് I1 I2 അല്ല, I2 I1ൻ്റെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അല്ലേ. I1 പറഞ്ഞാൽ 2I ആണ്. സോ I1/2 അല്ലേ I2. സോ I1/2 ആണ് ആൻസർ ആയിട്ട് വരിക. സോ ഓപ്ഷൻ I1/2 എന്നുള്ള ഓപ്ഷൻ ഏതാ? എ, ഹാഫ് I1. ഓക്കെ, സോ വേവ് ഒപ്റ്റിക്സിലെ ഈ ഇൻറ്റൻസിറ്റി ഫോർമുല ശരിക്കും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ഹോൾ ടോപ്പിക് ഡിസ്കഷൻസ് നടത്തുമ്പോൾ ഉദ്ദേശം തന്നെ നിങ്ങൾക്ക് എല്ലാം കിട്ടും എന്നല്ല. ഏതൊക്കെ കിട്ടിയില്ല അത് അവിടെയാണ് നിങ്ങൾക്ക് ലേണിംഗ് ഉണ്ടാവുക. എവിടെയൊക്കെ കിട്ടിയില്ല എന്നുള്ളത് മനസ്സിലാക്കി ആ കൺസെപ്റ്റ് നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്തെടുത്ത് അത് പിന്നീട് തിരിച്ചു പോയിട്ട് പഠിച്ചു വെക്കുക. അങ്ങനെയാണ് നമ്മൾ പിന്നെ ഹോൾ ടോപ്പിക് ഡിസ്കഷൻസിൽ നമുക്ക് മീനിങ് ഉണ്ടാവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 18. ദ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ഫോർ എയർ ടു വാട്ടർ ഇന്റർഫേസ്. ഇതും വേവ് ഒപ്റ്റിക്സ് ആണ്. വേവ് ഒപ്റ്റിക്സിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. എയർ ടു വാട്ടർ ഇന്റർഫേസിന്റെ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ എന്താണ്? ഈ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആ പോളറൈസേഷന്റെ കേസിൽ അതിന്റെ ഫോർമുല എന്താ? ടാൻ ഓഫ് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ഇസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇപ്പൊ കേസിൽ എയർ ടു വാട്ടർ ഇന്റർഫേസ് ആകുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താ? 1.33. സോ ആ ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ എത്രയായിരിക്കും? ടാൻ ഇൻവേഴ്സ് ഓഫ് 1.33. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ എ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 19. ക്വസ്റ്റ്യൻ നമ്പർ 19 എന്താ? എ ട്രാൻസ്മിറ്റിംഗ് ആന്റിന ഈസ് 81 meter tall. It has half power beam width of 10 degrees. If the receiving antenna is at the ground level, the service area covered by the transmitter is determined by the half power beam width, the height of the transmitter and the radius of the earth. The height of the transmitter and the radius of the earth, the half power beam width and the radius of the earth, the height of transmitter and half power beam width, the height of the transmitter. ഇത് ശരിക്ക് നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ബട്ട് എക്സാക്ട്ലി ഇത് എൻ സി ആർ ടി വെച്ചിട്ട് കവർ ചെയ്യുന്ന ഒരു ഡയറക്റ്റ് NCERT കവർ ചെയ്യുന്ന ഒരു ടോപ്പിക് അല്ല. പക്ഷെ എങ്കിൽ കൂടി നമുക്ക് 81 meter ടോളുള്ള ഒരു TV ട്രാൻസ്മിറ്റിംഗ് ആന്റിനയാണ്. അതിന് 10 degree ഹാഫ് പവർ ബീം വിഡ്ത്തിൽ ഒരു ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് എന്താണ് അതിൻ്റെ സർവീസ് ഏരിയ കവേർഡ് എന്തിനൊക്കെയാണ് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ്. സർവീസ് ഏരിയ കവേർഡ് ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് എന്തായാലും അറിയാം.
റേഡിയസ് ഓഫ് എർത്തിനെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് പറയാം. കാരണം നമുക്ക് ആ √2g ആ ഇക്വേഷൻ നമുക്കറിയാം. √2r × HT എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ പഠിക്കുന്ന ഒരു ഫോർമുലയാണിത്. അത്രയും ഡിസ്റ്റൻസ് ആണ് അത് കവർ ചെയ്യുക. എന്നാൽ അതേ സമയം അത് എത്ര ഹാഫ് പവർ ബീം വിഡ്ത്ത് ഉണ്ട് എന്നുള്ളതും കൂടെ, എത്ര ആ ആംഗിളും കൂടെ ഉണ്ട് എന്നുള്ളതും കൂടെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അത് ഡയറക്ട്ലി NCERT-യിൽ അങ്ങനെ ഇംപ്ലോയിഡ് അല്ലെങ്കിൽ കൂടി നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. സോ എ ആണ് ഇവിടുത്തെ ബെസ്റ്റ് ആൻസർ ആയിട്ട് വരും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20, ദ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ദ നോർമൽ സ്പീച്ച് സിഗ്നൽ ഈസ് വിത്ത് എ മാക്സിമം ഫ്രീക്വൻസി ഓഫ് 5 kHz. 5 kHz ആണ് മാക്സിമം ഫ്രീക്വൻസി ഓഫ് എന്തുള്ളത് സ്പീച്ച് സിഗ്നൽ ഉള്ളത്. ഇഫ് ദ കാരിയർ ഫ്രീക്വൻസി ഈസ് 200, ദ മോഡുലേറ്റഡ് സിഗ്നൽ വിൽ ഹാവ് ഫ്രീക്വൻസി വേരിയിങ് ബിറ്റ്വീൻ. നമുക്കറിയാം ഒരു AM സിഗ്നലിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക അല്ലേ. AM സിഗ്നലിൽ ഒരു കരിയർ ഉണ്ടാവും. ആ കരിയർ AC, പിന്നെ ഇപ്പുറത്ത് അതിൻ്റെ ഫ്രീക്വൻസി FC. FC - FM-ലും FC + FM-ലും ആയിട്ട് 2 സൈഡ് ബാൻഡുകൾ ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ കേസിൽ ആ FC + FM FC - FM-ന്റെ ഇടയിലാണ് നമുക്ക് ആരുണ്ടാവുക, AM ഉണ്ടാവുക, മോഡുലേറ്റഡ് സിഗ്നൽ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് FC - FM എത്ര ഇവിടെ, FC - FM എന്ന് പറഞ്ഞാൽ 200 - 5 ദാറ്റ്സ് ഈക്വൽ ടു 195 kHz. ആൻഡ് FC + FM എന്ന് പറഞ്ഞാൽ എത്രയാണ്, FC + FM എന്ന് പറഞ്ഞാൽ 205 അല്ലേ, 205 kHz. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാവൂലേ നമ്മുടെ വേരി ചെയ്യുന്ന സംഭവം. അപ്പോൾ 200 B അല്ലേ ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ഈവൻ JEE-ക്ക് പോലും ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഈ AC-ൻ്റെ ഈ ഒരു പിക്ചർ വെച്ചിട്ട് AM മോഡുലേറ്റഡ് വേവിൻ്റെ ഈ ഒരു പിക്ചർ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 21. ക്വസ്റ്റ്യൻ നമ്പർ 21 അഗെയിൻ കമ്മ്യൂണിക്കേഷൻ എന്നാണ്. ഫോർ എ സിഗ്നൽ ട്രാൻസ്മിഷൻ മോഡുലേഷൻ ഈസ് നെസസറി. സിഗ്നൽ ട്രാൻസ്മിഷന് മോഡുലേഷൻ നെസസറി ആവണ എന്തുകൊണ്ടാണ്? ടു റെഡ്യൂസ് ദ ഡിസ്റ്റോർഷൻ ഓഫ് ദ സിഗ്നൽ, ടു മോഡിഫൈ ദ ഫ്രീക്വൻസി കണ്ടന്റ് ഓഫ് ദ സിഗ്നൽ, ടു മാസ്ക് ദ സിഗ്നൽ ഇൻഫോർമേഷൻ ഫ്രം എനിമി, ടു റേഡിയേറ്റ് സിഗ്നൽ ടു ലാർജ് ഡിസ്റ്റൻസ് യൂസിങ് ആന്റിനാസ്, ടു മേക്ക് ഇറ്റ് ഈസി ടു ആംപ്ലിഫൈ ദ സിഗ്നൽ. നോക്കാം, ഇതിൽ ഏറ്റവും നമ്മൾ മോഡുലേഷന് നെസസിറ്റി എന്ന് പറഞ്ഞിട്ട് പഠിക്കാറുണ്ട് കമ്മ്യൂണിക്കേഷനിൽ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഹൈറ്റ് ഓഫ് ദ ആൻറ്റിന കുറക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ മിക്സിങ്, നോയ്സുമായിട്ട് മിക്സ് ചെയ്യണതും അങ്ങനെ വേറെ സിഗ്നൽസുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യണതും കുറക്കുക എന്നുള്ളതാണ്. ആ രീതിയിലുള്ള അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് പറയുന്നത് D മാത്രമാണ്. ടു റേഡിയേറ്റ് ദ സിഗ്നൽ ടു യൂസിങ് ആൻറ്റിനാസിൻ്റെ യൂസേജ് നമുക്ക് പോസിബിൾ ആവും. ഇങ്ങനത്തെ ട്രാൻസ്മിഷന് വേണ്ടി നമ്മൾ മോഡുലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പോസിബിൾ അല്ല. അപ്പോൾ ഏറ്റവും നെസസറി ആയിട്ടുള്ള പോയിന്റ് D തന്നെയാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 22 നോക്കാം നമുക്ക്. LED-നെ കുറിച്ചാണ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഈസ്, ഇതിൽ ഏതാണ് ഒരു ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കുക, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിന്റെ പ്രത്യേകത അത് ഫോർവേഡ് ബയാസ്. ഫോർവേഡ് ബയാസിലുള്ള ഓപ്ഷൻസ് 3 ഉണ്ട്. അതിലൊന്ന് NPN ടൈപ്പ് സെമി, അതൊരു ഡയോഡാണ്. അപ്പോൾ NPN-ഉം PNP ഒന്നും ആവില്ല, PN സെമി കണ്ടക്ടർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഓപ്ഷൻ വരിക നോക്കുക, ഏതായിരിക്കും ഓപ്ഷൻ വരിക നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ? LED-ന്റെ കേസിൽ ക്വസ്റ്റ്യൻ നമ്പർ 22 ഫോർവേഡ് ബയസിലാണ് LED വർക്ക് ചെയ്യുക. അപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ വരിക? ആരെങ്കിലും കമൻറ്റ് ഇട്ടാൽ അതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഡിസ്കഷൻ. ഒരു LED-ന്റെ കേസിൽ എന്തായിരിക്കും നമ്മുടെ ഒരു ആൻസർ വരിക? ഓക്കെ, ഈ എന്നുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. റിമ, കിഫാഹ്, AR, പിന്നെ സിറാജ്, ദേവാനന്ദ്, എല്ലാവരും എന്ന് പറയുന്നുണ്ട്. സോ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 23. In the context of PN junction, select the correct statement from the following. PN junctionന്റെ കോണ്ടെക്സ്റ്റിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയാം ഏതാണ് എന്നുള്ളത്. The barrier potential remains constant under forward bias. Forward biasൽ barrier potential constant ആയി നിൽക്കും എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ആണോ? ഫോർവേഡ് ബയസ് ചെയ്യുമ്പം barrier potential കുറയല്ലേ ചെയ്യാം. ഇനി the width of depletion region depends on the doping level in P type and N type region. ശരിയാണ്. വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ ഡിപ്പെൻഡ് ചെയ്യണത് എത്രത്തോളം ഡോപ്പ് ചെയ്യേണ്ടത്. നമ്മൾ PN ജംഗ്ഷൻ്റെ കേസിൽ ഡോപ്പിംഗ് പറയും. ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇമ്പ്യൂരിറ്റി എത്രത്തോളം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോപ്പിംഗ് കൂടുന്ന സ്ഥലത്ത് ഡിപ്ലീഷൻ റീജിയൻ വിഡ്ത്ത് കുറവായിരിക്കും.
അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഡിപ്ലീഷൻ റീജിയൻ വിഡ്ത്ത് ഡിപ്പെൻഡ്സ് ഓൺ ടോപ്പിംഗ് എന്ന് പറയാം. അപ്പോൾ ബി ശരിയാണ്. ബാക്കിയുള്ളത് വേണമെങ്കിൽ വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് ആ കൺസെപ്റ്റ് കിട്ടാം. അതെല്ലാം തെറ്റാണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളൂ. സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 24 ആണ്. റൊട്ടേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ അബൌട്ട് ആൻ ആക്സിസ് ത്രൂ ദ സെന്റർ ഓഫ് എ ഹോളോ സ്ഫിയർ വിത്ത് ആൻ എക്സ്റ്റേണൽ റേഡിയസ് എ ആൻഡ് ഇന്റേണൽ റേഡിയസ് ബി. അപ്പോൾ നമ്മുടെ അടുത്തുള്ളത് എന്താണ്? ഒരു ഹോളോ സ്ഫിയർ ആണ്. അപ്പോൾ ഹോളോ സ്ഫിയറിന്റെ കേസിൽ എക്സ്റ്റേണൽ റേഡിയസ് എ, പുറത്തേക്കുള്ള റേഡിയസ് എയും ഇന്റേണൽ റേഡിയസ് ബിയും ആണ്. ഓക്കെ, നമുക്ക് ഇതിനെ അതായത് ഇതിനെ മൊത്തത്തോടെ ഒരു വലിയ സ്ഫിയർ ആയിട്ട് അസ്യൂം ചെയ്യാം. ആ വലിയ സ്ഫിയറിന് ഒരു അകത്തെ റേഡിയസ് ഉള്ള ബിന്റെ സ്ഫിയർ കളഞ്ഞതുപോലെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വലിയ സ്ഫിയർ വലിയ സ്ഫിയറിന്റെ മാസ് എം ബിഗ് എന്ന് എടുക്കാം. ചെറിയ സ്ഫിയറിന്റെ മാസ് എം സ്മോൾ എന്ന് എടുത്താൽ മനസ്സിലായി വിചാരിക്കണം കേട്ടോ. ശരിക്കും എം എന്ന് പറയുന്നത് എന്തായിരിക്കും? എം ബിഗ് എന്ന് എം സ്മോൾ കുറച്ചതാവൂലേ? മനസ്സിലാവേണ്ട പറയുന്നത്. അതായത് വലിയ സ്ഫിയറിന് ചെറിയ സ്ഫിയറിന്റെ മാസ് സബ്ട്രാക്ട് ചെയ്തതാവില്ലേ ടോട്ടൽ ആ ഹോളോ സ്ഫിയറിന്റെ സ്ട്രിപ്പിന്റെ മാസ്. അപ്പോൾ ബിഗ് സ്ഫിയറിന്റെ മാസ് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? വോളിയം ഇൻറ്റു ഡെൻസിറ്റി. വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ് 4/3 പൈ എ ക്യൂബ് റോ മൈനസ് 4/3 പൈ ബി ക്യൂബ് റോ. ഡെൻസിറ്റി സെയിം ആണെന്ന് അസ്യൂം ചെയ്യാം കേട്ടോ. അപ്പോൾ എം എന്ന് പറയുന്ന മാസ് എന്ന് പറയുന്നത് ശരിക്ക് 4/3 എം എന്ന് പറയുന്ന മാസ് 4/3 പൈ റോ എടുത്തിട്ട് കഴിഞ്ഞാൽ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ആണ് ശരിക്കും എം എന്ന് പറയുന്നത്. ഓക്കെ, എം ബിഗ് എന്ന് പറയുന്നത് 4/3 പൈ എ ക്യൂബ് റോ, എം സ്മോൾ എന്ന് പറയുന്നത് 4/3 പൈ ബി ക്യൂബ് റോ. ഞാൻ ഇങ്ങനെ ഈ 4/3 പൈ റോനെ കെ എന്ന് കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എം ബിഗിനെ കെ എ ക്യൂബ് എന്ന് എഴുതാം, എം സ്മോളിനെ കെ ബി ക്യൂബ് എന്ന് എഴുതാം, എമ്മിനെ കെ ഇൻറ്റു എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് എഴുതാം. ഇത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനത്തെ കേസസ് വരുമ്പോൾ മാസിനെ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കണം, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇനി നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ് റേഡിയസ് ഓഫ് ഗൈറേഷനാണ് ചോദിച്ചത്. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ ശരിക്ക് നമ്മുടെ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ ആ വലിയ സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യന്ന് ചെറിയ സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറച്ചാൽ മതി. എന്താണ് ഈ വലിയ സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ? എത്രയാണ് അത് വരിക അല്ലേ? അപ്പൊ എത്രയാണ് വലിയ സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ വരിക? എം ഇൻറ്റു വലിയ സ്ഫിയറിന്റെ മാസ് എം ബിഗ് ഇൻറ്റു 2/5 mr² എന്നല്ലേ സ്ഫിയറിന്റെ. അതൊക്കെ സോളിഡ് സ്ഫിയർ ആയിട്ട് വരിക. നമ്മൾ ഹോളോ സ്ഫിയർ ഉണ്ടാക്കണം എങ്ങനെയാണ്? സോളിഡ് സ്ഫിയറിന് ഒരു സോളിഡ് സ്ഫിയർ കട്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കണം. അപ്പോൾ 2/5 mr² എന്നല്ലേ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യന്റെ ഫോർമുല. സോ 2/5 എം ബിഗ് ഇൻറ്റു അതിന്റെ റേഡിയസ്, സോ അതിന്റെ റേഡിയസ് സ്ക്വയർ മൈനസ് 2/5 എം സ്മോൾ ഇൻറ്റു റേഡിയസ് സ്ക്വയർ പറഞ്ഞാൽ ബി സ്ക്വയർ. കാണില്ലത്? സോ ദാറ്റ്സ് ഈക്വൽ ടു 2/5 ഇൻറ്റു എം ബിഗ് എന്ന് പറഞ്ഞാൽ എന്താ? കെ എ ക്യൂബ് ഇൻറ്റു എ സ്ക്വയർ മൈനസ് 2/5 കെ എ ക്യൂബ്, സോ കെ ബി ക്യൂബ് ഇൻറ്റു ബി സ്ക്വയർ. എന്താ കിട്ടുക നമുക്ക്? 2/5 മനസ്സിലായിരിക്കണം കേട്ടോ. 2/5 കെ പുറത്തേക്ക് എടുത്താൽ a⁵5 മൈനസ് b⁵5 എന്ന് കിട്ടും. നമുക്ക് എങ്ങനെയെങ്കിലും മാസിനെ ഇതിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കെ ഈക്വൽ ടു മാസ് പറഞ്ഞാൽ നമ്മളുള്ള സ്ഫിയറിന്റെ മാസ് m/a ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് കൊടുക്കാം. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2/5 m/a ക്യൂബ് മൈനസ് ബി ക്യൂബ് a⁵5 മൈനസ് b⁵5. അപ്പൊ ഈ റേഡിയസ് ഓഫ് ഗൈറേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? ഇതിന്ന് മാസ് കൊണ്ട് ഒഴിവാക്കുക, ബാക്കിയുള്ള ആൾക്ക് റൂട്ട് എടുക്കുക. എങ്ങനെയത്? I ഈക്വൽ ടു എം ഇൻറ്റു റേഡിയസ് ഓഫ് ഗൈറേഷൻ സ്ക്വയർ എന്നാ പറയാം. അപ്പൊ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും √I/m ആണ്. അപ്പോൾ മാസ് ഒഴിവാക്കിയിട്ട്, മാസ് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ മാസ് പോകും. മാസ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ആൾക്ക് റൂട്ട് എടുക്കണം റേഡിയസ് ഓഫ് ഗൈറേഷൻ. സോ റേഡിയസ് ഓഫ് ഗൈറേഷൻ അതും കെ ആണല്ലേ. ഞാൻ ഇവിടെ കോൺസ്റ്റന്റിന് കെ എന്ന കൊടുത്ത് കെ ഈക്വൽ ടു 2/5 a⁵5 മൈനസ് b⁵5 ബൈ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? സോ ഓപ്ഷൻ ഡി ആണ് വരിക. ഇതില്ല ഓപ്ഷൻ ഡി. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 25. A ball of mass 1 kilogram of radius 0.5 meter starting from rest rolls down a 30-degree inclined plane. The torque acting on the ball at a distance of 7 meter from the starting point is close to. Take acceleration due to gravity as 10 meter per second square.
എന്താ പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ? ഒരു ബോൾ ഉണ്ട്, അതിൻ്റെ മാസ് 1 കിലോഗ്രാം ആണ്, റേഡിയസ് 0.5 മീറ്റർ ആണ്. അത് റോൾ ചെയ്യുന്നുണ്ട്, 30 ഡിഗ്രി ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ റോൾ ചെയ്യണം. റോൾസ് ഡൗൺ. ദ ടോർക്ക് ആക്ടിങ് ഓൺ ദ ബോൾ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ദ 7 മീറ്റർ ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അതായത് റോൾസ് ഡൗൺ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 7 മീറ്റർ സ്റ്റാർട്ടിംഗ് പോയിന്റിന് 7 മീറ്ററിൻ്റെ അപ്പുറത്തുള്ള പോയിന്റിൽ നിന്ന് ഇയാളുടെ ടോർക്ക്, ഈ ഇതിൽ ആക്ട് ചെയ്യുന്ന ടോർക്ക് എത്ര ആയിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് ബോൾ ഓഫ് മാസ് 1 കിലോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്, റേഡിയസ് 0.5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബോളാണെന്നുള്ളതുകൊണ്ട് സ്ഫെറിക്കലായിട്ട് എടുക്കാം. 30 ഡിഗ്രി ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്. 30 ഡിഗ്രി ഇൻക്ലൈൻഡ് പ്ലെയിൻ ആയതുകൊണ്ട് നമുക്ക് തീറ്റ ഇവിടുത്തെ കേസിൽ ഇത് 30 ഡിഗ്രി ആണ്. ഓക്കെ, ദ ടോർക്ക് ആക്ടിങ് ഓൺ ദ ബോൾ അറ്റ് എ ഡിസ്റ്റൻസ് 7 മീറ്റർ ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഈ രീതിയിലാണ് അപ്പോൾ ഫിഗർ ചെയ്യുന്നത്. 7 മീറ്ററിലുള്ള ടോർക്ക് എത്രയാണ്? ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് എബൌട്ട് ആയിട്ടുള്ള ടോർക്കാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പോൾ ടോർക്ക് ഇസ് ഈക്വൽ ടു ശരിക്കും എന്താണ്? ടോർക്ക് ഇസ് ഈക്വൽ ടു നമുക്ക് ആർ ക്രോസ് പി എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ആർ ക്രോസ് അല്ലേ, ആർ ക്രോസ് എൽ, നമുക്ക് ഇവിടുത്തെ കേസ് എഫ് എന്ന് കൊടുക്കാം അല്ലേ. ഈ റോൾ ചെയ്യണ ആൾക്ക് എം ജി എന്നുള്ള ഫോഴ്സാണ് താഴത്തേക്കുള്ളത്. അതിൻ്റെ എം ജി സൈൻ തീറ്റ എന്നുള്ള ഫോഴ്സാണ് ശരിക്കും അയാൾക്ക് സെൻറ്ററിൽ ആക്ട് ചെയ്യണ ഫോഴ്സ്. ഈ എം ജി സൈൻ തീറ്റ എന്നുള്ള ഫോഴ്സ് ആക്ട് ചെയ്യണത് ഇയാളുടെ റേഡിയസ് എത്രയാണ്? ഈ റേഡിയസ് ആണ് ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് വരിക. അപ്പോൾ ഈ എം ജി സൈൻ തീറ്റ ഇൻറ്റു റേഡിയസ് ആണ് ശരിക്കും ഇയാളുടെ ടോർക്കായിട്ട് വരിക. മനസ്സിലായിരിക്കണം. അതായത് ഇങ്ങനെയല്ല റോൾ ചെയ്യുന്ന ബോഡി, അയാൾക്ക് എം ജി സൈൻ തീറ്റ എന്നുള്ള അതാണ് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ലോങ് ആയിട്ടുള്ള അയാൾക്ക് ഫോഴ്സ് ഉള്ളത്. ആ ഫോഴ്സും ഇയാൾ നമ്മളെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കേണ്ടത് എപ്പോഴും ആർ ക്രോസ് എടുക്കണുണ്ട്. അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നുള്ളത് ശരിക്കും റേഡിയസ് തന്നെയാണ്. അപ്പോൾ ഈ ടോർക്ക് എത്രയായിരിക്കും കിട്ടുക? ടോർക്ക് ഇസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ഇൻറ്റു 10, ജിക്ക് 10 എന്ന് കൊടുക്കുകയാണ്, ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഹാഫ്, സൈൻ 30 ഹാഫ് ആണ്, ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് റേഡിയസ് തന്നെയാണ്, സോ റേഡിയസ് അഗെയിൻ ഹാഫ് ആണ്. സോ നമുക്ക് 10/4 എന്ന് കിട്ടും. 10/4 എന്ന് പറഞ്ഞാൽ 2.5 ആണ് അല്ലേ. 2.5 ന്യൂട്ടൺ മീറ്റർ എന്നാണ് കിട്ടുക. 2.5 ന്യൂട്ടൺ മീറ്റർ എന്നുള്ള ആൻസർ ഇല്ല ഇതിൽ. എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ഇതിൽ 0.25 എന്നുള്ളൊരു ആൻസർ ഉണ്ട്. ബട്ട് 1 കിലോഗ്രാം ഇൻറ്റു 10 അല്ലേ, ജി ഇൻറ്റു 10 അല്ലേ വരിക. ബി കിട്ടുന്നുണ്ട് എന്നാണ് പറയണത്. ഓക്കെ, ഞാൻ ഫിഗർ ഒന്ന് വരച്ചോട്ടെ. 0.7 മീറ്റർ ഡിസ്റ്റൻസിലാണ് എം ജി താഴേക്കുണ്ട്. സോറി, 7 മീറ്റർ ഡിസ്റ്റൻസിലാണുള്ളത്, എം ജി താഴേക്കുണ്ട്. ടോർക്ക് അല്ലേ, ടോർക്ക് എം ജി സൈൻ തീറ്റ കാരണമല്ലേ ഉണ്ടാവുള്ളൂ. ഇവിടെ വേറെ ഫോഴ്സ് നമുക്ക് എടുക്കേണ്ട ആവശ്യം ഉണ്ടോ? നോർമൽ റിയാക്ഷൻ ആകുമ്പോഴൊക്കെ നോർമൽ റിയാക്ഷൻ കാരണം ഉണ്ടാവും അല്ലേ. സോ നോർമൽ റിയാക്ഷൻ കൂടെ നോക്കാം ഇവിടെ. യെസ്, നോർമൽ റിയാക്ഷൻ എന്നുള്ള ഫോഴ്സും ഉണ്ടല്ലോ. സോ നോർമൽ റിയാക്ഷൻ ഈക്വൽ ടു ഇവിടെ എം ജി കോസ് തീറ്റ ആണ് വരിക. സോ എം ജി കോസ് തീറ്റ, കാരണം സ്റ്റാർട്ടിംഗ് പോയിന്റിന് അബൌട്ട് ആയിട്ട് അയാൾക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 7 ഉണ്ട്. സോ ഓക്കെ, ഇയാൾക്ക് നോർമൽ റിയാക്ഷനും കൂടെ ഉണ്ട്. സോ എം ജി എന്ന് പറയുമ്പോൾ നമുക്ക് 10 ഇൻറ്റു കോസ് തീറ്റ, കോസ് 30 എന്ന് പറയുമ്പോൾ √3/2. സോ 5√3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോഴ്സും കൂടെ നമുക്ക് 5√3 ന്യൂട്ടൺ എന്ന് പറഞ്ഞിട്ടൊരു ഫോഴ്സും കൂടെ നമുക്ക് കിട്ടും അല്ലേ. സോ 5√3 ന്യൂട്ടൺ എന്ന് പറഞ്ഞിട്ടൊരു ഫോഴ്സും കൂടെ നമുക്ക് നോർമൽ റിയാക്ഷനിൽ കിട്ടും. ഈ 5√3 പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഈ 5√3 എങ്ങനെ നിൽക്കുക നോക്കുക. നോർമൽ റിയാക്ഷൻ ഇങ്ങനെ 5√3 നിൽക്കുകയാണ്. ആ 5√3 നിൽക്കുന്നത് 7 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട്. അപ്പോൾ അയാൾക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈ 7 ആണ്. സോ തവണ ടോർക്ക്, ഇത് ഞാൻ ടോ 1 എന്ന് കൊടുക്കുകയാണ്. ഈ ടോ 2 എന്ന് പറയുന്നത് ശരിക്കും 5√3 ഇൻറ്റു 7, സോ 35√3 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഈ 35√3 ഉണ്ട്. 2.5 ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞാൽ 2 ടോർക്ക് നമുക്ക് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ആ രണ്ടിൻ്റെ കൂടെ റിസൾട്ടൻ്റ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടി വരിക. അങ്ങനെ റിസൾട്ടൻ്റ് ഫൈൻഡ് ചെയ്ത ഇതിൻ്റെ എന്തായാലും 0.7 വലുതാണ് കിട്ടുക ആൻസർ. തോന്നുന്നത് എം ജി സൈൻ തീറ്റ മാത്രമേ ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന്. പക്ഷെ ഇവിടുത്തെ എന്തോ ഒരു വാല്യൂ മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. ഞാൻ അഥവാ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അടുത്തൊരു സെഷനിൽ നമുക്കിത് ക്ലിയർ ചെയ്യാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇതിലുള്ള ആൻസർ കിട്ടണില്ല. 2.5 ന്യൂട്ടൺ മീറ്റർ എന്നുള്ളൊരു ആൻസറും പിന്നെ ഈ നോർമൽ റിയാക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ 5√3 എന്നുള്ളൊരു ആൻസറാണ് കിട്ടുന്നത്.
നമുക്ക് ഏതെങ്കിലും ആൻസർ ഒരാൾക്ക് ബി എന്ന് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 26 നോക്കാം. ഇഫ് ദ റേഡിയസ് ഓഫ് എർത്ത് സഡൻലി ഡിക്രീസസ് ബൈ ഹാഫ് ഓഫ് ഇറ്റ്സ് പ്രസന്റ് വാല്യൂവിൻ്റെ ജസ്റ്റ് ഹാഫ് ആയിട്ട് ഡിക്രീസ് ചെയ്തു, ദെൻ ദ ടൈം ഡ്യൂറേഷൻ ഓഫ് 1 day എന്താണ് സംഭവിക്കുക? അപ്പോൾ റേഡിയസ് പെട്ടെന്ന് ഹാഫായി, മാസിനാണോ ഡെൻസിറ്റിക്കാണോ വ്യത്യാസം എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ജസ്റ്റ് റേഡിയസ് ഓഫ് എർത്ത് പെട്ടെന്ന് ഹാഫായി മാറി. അങ്ങനെയാണെങ്കിൽ ഒരു ഡേ എത്ര? അപ്പോൾ അതിൻ്റെ കറങ്ങുന്നതിൻ്റെ ഒരു ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു റൊട്ടേഷൻ സമയമാണ്. സോ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ കേസിൽ നമുക്ക് ആകെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ആംഗുലാർ മൊമെൻറ്റം സെയിം ആയിട്ട് നിൽക്കും എന്നുള്ളതാണ്. സോ I1 ω1 ഇസ് ഈക്വൽ ടു I2 ω2 എന്ന് എടുക്കാം. മാസ് സെയിം ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യാണ്. മാസ് സെയിം ആയിട്ട് നിൽക്കുകയാണ്, റേഡിയസ് മാത്രമേ ഹാഫ് ആയിട്ടുള്ളൂ. അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ച്. മാസ് സെയിം ആണെന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റത്തെ ആള് 2/5 mr² ω1 ഇസ് ഈക്വൽ ടു രണ്ടാമത്തെ ആള് 2/5 mr/2 ഹോൾ സ്ക്വയർ ω2 എന്ന് വരും അല്ലേ. സോ 2/5 m ക്യാൻസൽ ചെയ്താൽ r² ω1 ഇസ് ഈക്വൽ ടു r²/4 ω2 എന്ന് കിട്ടും. r² ക്യാൻസൽ ചെയ്തു. സോ ω1 എന്ന് പറഞ്ഞാൽ ആരാ? 2π/T1. 2π/T1 എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഇപ്പോൾ എത്ര അവേഴ്സാണ്? 24 hours ഇസ് ഈക്വൽ ടു ω2 എന്ന് പറഞ്ഞാൽ 2π/T2. ഈ T2 എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ 2π ക്യാൻസൽ ചെയ്തു. T2 ഇസ് ഈക്വൽ ടു 24/4 ദാറ്റ്സ് ഈക്വൽ ടു 6 hours എന്ന് കിട്ടും. 6 hours ആണ് ആൻസർ കേട്ടോ. എന്നുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ട് AR. ഓക്കെ, 6 hours ആണ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 27. എ ഹോളോ സ്ഫിയർ ആൻഡ് എ സോളിഡ് സ്ഫിയർ ഓഫ് ഈക്വൽ മാസ് ആൻഡ് ഈക്വൽ റേഡിയൈ റോൾ ഡൗൺ വിത്തൗട്ട് സ്ലിപ്പിംഗ് ഓൺ എൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ ഒരു ഹോളോ സ്ഫിയറും സോളിഡ് സ്ഫിയറും മാസും ഈക്വൽ റേഡിയൈ ഉള്ള ആൾക്കാർ റോൾ ഡൗൺ ചെയ്തു. ഇഫ് ദ ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഹോളോ സ്ഫിയർ ആൻഡ് സോളിഡ് സ്ഫിയർ ആർ τh ആൻഡ് τs റെസ്പെക്റ്റീവ്ലി. ടോർക്ക് τhഉം τsഉം ആണ്. ഹോളോ സ്ഫിയർ ഉണ്ടാവുന്ന ടോർക്ക് τhഉം സോളിഡ് സ്ഫിയറിൽ ഉണ്ടാവുന്ന ടോർക്ക് τs ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിലെന്താ സംഭവിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. τh ലെസ് ദാൻ τs ആയിരിക്കോ, τh ഗ്രേറ്റർ ദാൻ τs ആയിരിക്കോ എന്നുള്ളതൊക്കെയാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈക്വൽ മാസ് ആണ്, ഈക്വൽ റേഡിയസും ആണ്. അപ്പോൾ റോൾ ഡൗൺ ചെയ്യാണ്, സ്ലിപ്പ് ചെയ്യാതെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്ക് ശരിക്കും ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം ഉണ്ടാവണം. ഇങ്ങനെ ഈ ഇവിടുത്തെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻറ്റു ഈ റേഡിയസ് ആയിരിക്കും ആ ടോർക്ക്. ഈ ടോർക്ക് ഈ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്ക് ആർക്കായിരിക്കും കൂടുതൽ എന്നുള്ളതാണ് ഇവിടുത്തെ കേസിൽ ചോദ്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതലുള്ള ആൾക്ക് ഇവിടുത്തെ കേസിൽ മൊമെന്റ് ഓഫ് മാസിന് പകരം മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണല്ലോ ഇവിടെ റൊട്ടേഷണൽ കേസിൽ വരാം. മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതലുള്ള ആൾക്ക് സ്വാഭാവികമായിട്ടും ഈ ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ടോർക്കും കൂടുതലായിരിക്കും. അപ്പം മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇവിടെ ആർക്കായിരിക്കും കൂടുതൽ? ഒരു ഹോളോ സ്ഫിയർ ഒരു സോളിഡ് സ്ഫിയർ എടുത്തു കഴിഞ്ഞാൽ ആർക്കായിരിക്കും? ഹോളോ സ്ഫിയറിനായിരിക്കും അല്ലേ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതൽ, ഒരേ മാസ് ആണെങ്കിൽ. സോ അതുകൊണ്ട് തന്നെ ഹോളോ സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് കൂടുതൽ കമ്പയർഡ് ടു സോളിഡ് സ്ഫിയർ. അതുകൊണ്ട് തന്നെ τh വിൽ ബി ഗ്രേറ്റർ ദാൻ τs ആയിരിക്കും ആൻസർ. അപ്പോൾ ബി ആയിരിക്കും ആൻസർ ആയിട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 28 ആണ്. എ ബ്രിക്ക് ഓഫ് മാസ് 2 kg സ്ലൈഡ്സ് ഡൗൺ ആൻ ഇൻക്ലൈൻ ഓഫ് ഹൈറ്റ് 5 meter ആൻഡ് ആംഗിൾ 30 degree. ഒരു ബ്ലോക്ക് അതിൻ്റെ മാസ് 2 kg ആണ്. ഇൻക്ലൈനിലൂടെ ഹൈറ്റ് 5 meter ഉള്ള ഇൻക്ലൈനിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? സ്ലൈഡ് ചെയ്ത് വരുന്നുണ്ട്. ഇഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഓഫ് ഇൻക്ലൈൻ ഈസ് 1/2√3. അവിടുത്തെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 1/2√3 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് ദ ബ്ലോക്ക് അറ്റ് ദ ബോട്ടം ഓഫ് ദി ഇൻക്ലൈൻ, താഴെത്തുമ്പോഴുള്ള വെലോസിറ്റി എത്രയാണെന്നാണ് ചോദ്യം. നമുക്ക് താഴെത്തുമ്പോഴുള്ള വെലോസിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് ഇവിടുത്തെ കേസിൽ സ്ലൈഡിങ് മാത്രമാണ്. സ്ലൈഡിങ് മാത്രമാകുമ്പോൾ ഈ നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ഇവിടുത്തെ കേസിൽ നമുക്ക് v = ഒരു ഫ്രിക്ഷനും ഇല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ v = 2g sin θ × s എന്നാണ് കൊടുക്കുക അല്ലേ. നമുക്കിപ്പോൾ എസ് എന്നുള്ള ഡിസ്റ്റൻസിലൂടെയാണ് സ്ലൈഡ് ചെയ്യണത്. അപ്പോൾ എസ് എന്നുള്ള ഡിസ്റ്റൻസിലൂടെ സ്ലൈഡ് ചെയ്യുമ്പോൾ അയാൾ താഴെത്തുമ്പോഴുള്ള വെലോസിറ്റി √2g sin θ ആണ് അവിടേക്കുള്ള ആക്സലറേഷൻ × s, ഇതാണ് നമ്മൾ കൊടുക്കുക. അതിന് പകരം ഇവിടുത്തെ കേസിൽ ഫ്രിക്ഷനും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കേസിലുള്ള വെലോസിറ്റി √2 × g sin θ മൈനസ് μg cos θ വരും. ഫ്രിക്ഷനിലുണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ × s.
അപ്പോൾ ഇതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ എന്നുള്ളത് 1/2√3 ആണ്. തീറ്റ 30 ഡിഗ്രി ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. √2 ഇൻറ്റു G10 ആണ്. സോ 10/2 മൈനസ് മ്യൂ എന്നുള്ളത് 1/2√3 ഇൻറ്റു G10 ഇൻറ്റു കോസ് തീറ്റ √3/2 ഇൻറ്റു എസ് എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ്? 5 മീറ്റർ. സോറി, ഹൈറ്റ് 5 മീറ്റർ എന്നാണ് പറഞ്ഞത് അല്ലേ? ഹൈറ്റ് 5 മീറ്റർ എന്നാണ് പറഞ്ഞത്. സോ ഹൈറ്റ് 5 മീറ്റർ ആണെങ്കിൽ എസ് എന്നാണ് നോക്കട്ടോ. H/S ആണ് ശരിക്കും സൈൻ തീറ്റ അല്ലേ? സോ എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? H/sin തീറ്റ. മനസ്സിലായി വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കേസിൽ സൈൻ തീറ്റ ഹാഫ് ആയതുകൊണ്ട് 2h ആയിരിക്കും ഹൈറ്റ്. അപ്പോൾ ഇവിടുത്തെ എസ് ഡിസ്റ്റൻസ് എന്നുള്ളത് 5 അല്ല 10 എന്നാണ് വരിക. ഇവിടെ 5 മീറ്റർ എന്നുള്ള ഹൈറ്റ് ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഇത് 30 ഡിഗ്രി ആയതുകൊണ്ട് ഇത് 5 ആകുമ്പോൾ 10 ആവും. അപ്പോൾ ഈ 2 × 10 എന്ന് പറഞ്ഞാൽ √20 ഉണ്ടാവും പുറത്ത്. അകത്ത് 5 മൈനസ് ഈ √3 ക്യാൻസൽ ചെയ്യും. 10/4 പറഞ്ഞാൽ 2.5 അല്ലെങ്കിൽ 5/2. ആൻസേഴ്സ് നോക്കിയിട്ട് നമുക്ക് 2.5 തന്നെ എടുക്കാം. ആൻസേഴ്സിൽ ബൈ ഒന്നും വരുന്നില്ല. അപ്പോൾ √20 ഇൻറ്റു 2.5 എന്ന് വരും അല്ലേ? 20 × 2.5 പറഞ്ഞാൽ 2.5 × 2 പറഞ്ഞാൽ 5. 2.5 × 2 എന്ന് പറഞ്ഞാൽ 5. സോ 50 √50 എന്ന് വരും. ഈ √50 പറഞ്ഞാൽ √49 എന്താ? 7 അല്ലേ? അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 7 മീറ്റർ പെർ സെക്കൻഡിലേക്ക് നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും ആൻസർ. സോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 29 നോക്കുക. എ സ്ഫെറിക്കലി യൂണിഫോം പ്ലാനറ്റ് ഓഫ് മാസ് 8 × 10⁻²4 കിലോഗ്രാം ആൻഡ് റേഡിയസ് 6 × 10⁻6 മീറ്റർ ഈസ് ഓർബിറ്റിംഗ് അറൌണ്ട് ദ സൺ. സണ്ണിനെ അറൌണ്ട് ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഫെറിക്കലി യൂണിഫോം ആയിട്ടുള്ള പ്ലാനറ്റ്. ദ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് പ്ലാനറ്റ് ഈസ് ക്ലോസ് ടു. ഇതിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത്. എസ്കേപ്പ് വെലോസിറ്റി ഫൈൻഡ് ചെയ്യാൻ നമുക്ക് പ്ലാനറ്റിൻ്റെ മാസും റേഡിയസും തന്നാൽ ഡയറക്റ്റ് ആണ്. എസ്കേപ്പ് വെലോസിറ്റിൻ്റെ ഫോർമുല എന്താണ്? √2m/r അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു √2 ഇൻറ്റു G 6 × 10⁻11. അങ്ങനെ തന്നെ തന്നിട്ടുള്ള കേട്ടോ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള തന്നെ എടുക്കുക. ശരിക്കും 6.67 എന്നൊക്കെ ഉണ്ട്. അതിന് 6 × 10⁻11 എടുത്താൽ മതി. പിന്നെ എന്താ ഉള്ളത്? പിന്നെ മാസ് 8 × 10⁻24 കിലോഗ്രാം ആണ്. ഡിവൈഡ് ബൈ റേഡിയസ് എത്രയാണ്? 6 × 10⁻6. അപ്പോൾ 6 ക്യാൻസൽ ചെയ്തു. 2 × 8 √16 ആണ്. ബാക്കി ഇൻറ്റു 10⁻2 അല്ലേ? 10⁻11 പ്ലസ് 24 പിന്നെന്താണ്? -6 അല്ലേ വരിക. അപ്പോൾ ഇവിടുത്തെ കേസിൽ എല്ലാം SI യൂണിറ്റിലാണ്. 8 × 10⁻24 SI യൂണിറ്റിലാണ്. റേഡിയസ് 6 × 10⁻6 SI യൂണിറ്റിലാണ്. ജീൻ്റെ വാല്യൂ തന്നിട്ടുള്ളതും SI യൂണിറ്റിലാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു അല്ലേ എന്താ വരിക? 8 ഇൻറ്റു നമുക്ക് √10⁻17 പ്ലസ് 24 ആണ് 10⁻+7. ഇതിൽ ആൻസർ കിട്ടാം. അപ്പോൾ ഈ 10⁻+7 ഞാൻ √10 ഇൻറ്റു √10�6 എഴുതി. കാരണം നമുക്ക് ഓഡ് നമ്പർ ആണെങ്കിൽ √10ൻ്റെ പവർ കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ √10 എന്ന് പറഞ്ഞാൽ ആരാ? 3ൻ്റെ അടുത്ത് 3.something 3.1 ഒക്കെ ആയിട്ട് എടുക്കാം. ഇൻറ്റു √10�6 പറഞ്ഞാൽ 10⁻3. 8 × 3 എന്ന് പറഞ്ഞാൽ നമുക്ക് 8 × 3 പറഞ്ഞാൽ 24 ആണ് അല്ലേ? ഇൻറ്റു 10⁻3 എന്ന് വരും. ഇതല്ല ആൻസർ വരിക. സോറി 16ൻ്റെ √8 എന്നാണ് ഞാൻ അടുത്തത്. 16ൻ്റെ √4 ആണ്. ഓക്കെ, 16ൻ്റെ റൂട്ട് ഞാൻ മിസ്റ്റേക്കാണ്. 4 ആണ് വരിക. ആൻസർ ഇല്ലാത്ത നന്നായി. 24 ആൻസർ ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് എഴുതിയിട്ട് നമുക്ക് പോകുമായിരുന്നു. അപ്പോൾ അത് 4 × 3 എത്ര വരിക? 12 × 10⁻3 അല്ലേ? 12 × 10⁻3 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇത് കിലോമീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ 12 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. 12 കിലോമീറ്റർ പെർ സെക്കൻഡ് ഡി ആണ് ഓപ്ഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 30. Suppose 2 planets A and B revolve around a sun in the galaxy. The semi-major axes of A and B are 1 and 5 AU respectively. If the period of revolution of A is 1 year, the period of revolution of B is. Okay, അപ്പോൾ 2 പ്ലാനറ്റ്സ് ഉണ്ട്, എയും ബിയും. അത് റിവോൾവ് ചെയ്യുന്നുണ്ട് സണ്ണിനെ ക്രോസ്.
ഇനി സെമി മേജർ ആക്സിസ് ഓഫ് എയും ബിയും 1a-യും 5a-യും ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ടി സ്ക്വയർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു a ക്യൂബ് എന്നുള്ള ക്വസ്റ്റ്യൻ, അത് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ടി സ്ക്വയർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു a ക്യൂബ്. സോ t1 സ്ക്വയർ ബൈ t2 സ്ക്വയർ ഇസ് ഈക്വൽ ടു a1 ക്യൂബ് ബൈ a2 ക്യൂബ് എന്ന് എടുക്കാം. അപ്പോൾ ഇവിടുത്തെ കേസിൽ സെമി മേജർ ആക്സിസ് രണ്ടും തന്നിട്ടുണ്ട്. AUലാണ് തന്നിട്ടുള്ളതെന്നേ ഉള്ളൂ. 2 യൂണിറ്റും സെയിം ആയതുകൊണ്ട് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ മാത്രമല്ല ടൈം പീരീഡ് ഓഫ് A എന്നുള്ളത് 1 ഇയർ ആണ്. സോ 1 സ്ക്വയർ ബൈ t2 സ്ക്വയർ ഇസ് ഈക്വൽ ടു a1 ക്യൂബ് ബൈ a2 ക്യൂബ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ആളുടെ സെമി മേജർ ആക്സിസ് എത്രയാണ്? 1 ആണ്. സോ 1 ക്യൂബ് ഡിവൈഡ് ബൈ 5 ക്യൂബ് എന്ന് വരും അല്ലേ. സോ ദാറ്റ്സ് ഈക്വൽ ടു 1/25 1/125 എന്ന് വരും. സോ t2 സ്ക്വയർ ആണ് 5 ക്യൂബ് എന്നല്ലേ വരിക, 1 ക്യൂബ് ബൈ 5 ക്യൂബ് എന്നാണ് വരിക അല്ലേ. സോ t2 സ്ക്വയർ ആണ് നമുക്ക് 125 എന്ന് കിട്ടുക. അപ്പൊ t2 എന്നുള്ളത് റൂട്ട് 125 ആ വരിക. ഈ റൂട്ട് 125 അപ്രോക്സിമേറ്റ്ലി റൂട്ട് 121 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 11 ആണ്. സോ റൂട്ട് 125 എന്നുള്ളത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 11 ആയിട്ട് എടുക്കാം. 121 11 ആയതുകൊണ്ട്. സോ 11 ഇയേഴ്സ് എന്നൊരു ഓപ്ഷൻ അതിലുണ്ട്. ഓപ്ഷൻ സി ആയിട്ട് 11 ഇയേഴ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 31 നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 31? ഇന്നിപ്പോൾ തന്നെ 1 അവറിന്റെ മേലെ ആയില്ല. അപ്പോൾ നമുക്ക് 36 പകുതി ക്വസ്റ്റ്യൻസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. എന്നിട്ട് ബാക്കി നമുക്ക് വേറൊരു സെഷനിൽ മീറ്റ് ചെയ്യാൻ നല്ലത്. ഇപ്പോൾ നമുക്ക് 36 വരെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യാൻ നോക്കാം. നമുക്ക് എത്രത്തോളം പോകും നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 31, ദ ഹാഫ് ലൈഫ് ഓഫ് ടെക്നീഷ്യം 4399 ഈസ് 6 hours. ഇതിൻ്റെ ഇത് ന്യൂക്ലിയത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഹാഫ് ലൈഫ് 6 hours ആണ് തന്നിട്ടുണ്ട്. ഇഫ് 12 milligram ഓഫ് 43 ടെക്നീഷ്യം 99 ഈസ് ഇഞ്ചക്റ്റഡ് ടു എ പേഷ്യൻറ്റ് ആഫ്റ്റർ 24 hours, ഹൗ മച്ച് TC വിൽ ബി ലെഫ്റ്റ് ഇൻ ദ പേഷ്യൻസ് ബോഡി? 12 milligram ഇഞ്ചക്ട് ചെയ്താൽ അതിൽ എത്ര ബാക്കി ഉണ്ടാവും? പേഷ്യൻ്റെ ബോഡിയിൽ എത്ര ബാക്കി ഉണ്ടാവും? അപ്പോൾ നമുക്ക് ആദ്യം എത്ര ആൾക്കാർ ഈ 12 milligram എത്ര ആൾക്കാരുണ്ട് എന്നുള്ളത് കിട്ടണം. അപ്പോൾ നമുക്ക് അതിന് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യണം ഏറ്റവും നല്ലത്. നമ്പർ കാൽക്കുലേറ്റ് ചെയ്യണേക്കാളും നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നല്ലത്. സോ N0 ഇനീഷ്യലി എത്ര ആൾക്കാരുണ്ട്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര ആൾക്കാർ ഇനീഷ്യലി ഉണ്ട്, എന്നിട്ടാണ് നമ്മൾ അതിനെ DK നോക്കുക. അപ്പോൾ N0 എന്നുള്ളത് എത്ര നമ്പർ ഓഫ് മോൾസ് ആയിട്ട് എടുക്കുകയാണ് ഞാൻ. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായതുകൊണ്ട് നമ്പർ ഓഫ് മോൾസ് ആയിട്ട് എടുക്കുകയാണ്. ഗിവൺ മാസ് 12 milligram ബൈ ഇതിൻ്റെ മോളാർ മാസ്. ഒരു മോളാർ മാസ് ആണ് 99 അല്ലേ കേസിൽ. അപ്പോൾ 12/99 ആണ് ഇവിടുത്തെ ശരിക്കും N0. ഞാൻ മില്ലിഗ്രാം ഇഗ്നോർ ചെയ്യണം, കാരണം അവസാനത്തെ ആൻസർ എനിക്ക് മില്ലിഗ്രാമിൽ കിട്ടിക്കോളും. അപ്പം 12 milligram/99 ആണ് ശരിക്കും N0. ഓക്കെ, ഇനി എത്ര ആണ് ഫൈനലി കിട്ടണം? അപ്പം N ഈക്വൽ ടു നമുക്ക് N0 e⁻λT എന്നുള്ള ആ റിലേഷൻ ആണല്ലോ ശരിക്കും DK ഉള്ളത്. പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം ഈ N0 ആണ് ആദ്യം ഉള്ളതെന്നുണ്ടെങ്കിൽ 6 hours ശേഷം അയാൾ N0/2 ആവുമല്ലോ. ഹാഫ് ലൈഫ് 6 hours ആയതുകൊണ്ട് ഒരു 6 hours കൂടെ കഴിഞ്ഞാൽ, അതായത് ടോട്ടൽ 12 hours കഴിയുമ്പോൾ അല്ലേ, ഒരു 6 hours കൂടെ കഴിഞ്ഞാൽ, അതായത് ടോട്ടൽ 12 hours കഴിയുമ്പോൾ ഇയാൾ N0/4 ആവും. ഞാൻ അവിടെ 6 hours തന്നെ എഴുതാണ്. അങ്ങനെയല്ല ഹാഫ് ലൈഫിന്റെ പ്രത്യേകത. ഒരു 6 hours കൂടെ കഴിഞ്ഞു, അപ്പോൾ ടോട്ടൽ എത്ര മണിക്കൂറായി? 18 hours ആയി. അത് N0/8 ആയി മാറും. ഇനി ഒരു 6 hours കൂടെ കഴിയുന്നതോട് കൂടി അത് N0/16 ആയിട്ട് മാറും. ഇപ്പോൾ 24 hours ആയി. അപ്പോൾ ശരിക്കും ഇപ്പോൾ ബാക്കിയുള്ള N എന്ന് പറയുന്നത് N0/16 ആണ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ N0/16 എന്ന് പറഞ്ഞാൽ അത്ര N0 12 milligram/99/16. അപ്പോൾ പക്ഷേ നമ്മളോട് ചോദിച്ചാൽ എത്ര മാസ് ബാക്കിയുണ്ടെന്നാണ്. എത്ര മാസ് ബാക്കിയുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ ഇത് എത്ര മോൾസ് ബാക്കിയുണ്ടെന്നാണ് കിട്ടിയത്. 3 മോൾസ് ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് മാസ് കിട്ടണമെങ്കിൽ അല്ലേ, നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ് ചെയ്താൽ മതി. അപ്പോൾ 99 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് മീൻസ് 12/16 തന്നെ കിട്ടൂലേ. ഇത് നമുക്ക് മാസ് വെച്ചിട്ട് തന്നെ ആദ്യം ചെയ്യായിരുന്നു എന്നർത്ഥം. അപ്പോൾ 12 milligram/16 കിട്ടും. ഇൻറ്റു 99 എന്ന് കൂടെ കൊടുത്താൽ നമ്പർ ഓഫ് മോൾസിന് ഇൻറ്റു മോളാർ മാസ് ചെയ്താൽ മാസ് കിട്ടൂലേ. അപ്പോൾ ഈ 12/16 എന്ന് പറയുമ്പോൾ 3/4 milligram. ഓപ്ഷൻ ഉണ്ട് 0.75 milligram. ഓക്കെ അല്ലേ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 32 നോക്കാം. 32, ഫോർ ആറ്റംസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് കറക്റ്റ്? ആറ്റംസിന്റെ കേസിൽ ഈ താഴെയുള്ളതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? ഹെവിയർ ന്യൂക്ലിയ ഹാവ് മോർ ന്യൂട്രോൺസ് ദാൻ പ്രോട്ടോൺസ്. ഹെവിയർ ന്യൂക്ലിയയിൽ ന്യൂട്രോൺസിൻ്റെ എണ്ണം പ്രോട്ടോൺസിൻ്റെ എണ്ണക്കാളും കൂടുതലാണ്. ശരിയാണിത്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ തന്നെ കൺസിഡർ ചെയ്ത് നോക്കാം. യുറാനിയം 92-235.
അതിൽ 92 പ്രോട്ടോൺസാണ് ഉള്ളത്. അതിൽ ന്യൂക്ലിയോൺസിന്റെ ടോട്ടൽ എണ്ണം 235. അപ്പോൾ ന്യൂട്രോൺസ് പ്രോട്ടോൺസിനേക്കാളും കൂടുതലുണ്ടാവണം. 92 മാത്രമാണെന്നുണ്ടെങ്കിൽ 180 ഒക്കെ വരുള്ളൂ, 184 ഒക്കെ വരുള്ളൂ. അപ്പോൾ അതിനേക്കാൾ എന്തായാലും ആരുണ്ട്? ന്യൂട്രോൺസ് ഉണ്ട്. അപ്പോൾ 32ന്റെ ആൻസർ എന്താ വരിക? എ ആണ് വരിക. ഓക്കെ, ഇനി 33 നോക്കാം നമുക്ക്. 33, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ്? ന്യൂക്ലിയർ ഫോഴ്സിന്റെ പ്രോപ്പർട്ടി ഇതിലല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം കേട്ടോ. 33 ഈ താഴെയുള്ളതിൽ ന്യൂക്ലിയർ ഫോഴ്സിന്റെ പ്രോപ്പർട്ടി അല്ലാത്തത് ഏതാണെന്നാണ്. ഇറ്റ് ഈസ് എൻ അട്രാക്റ്റീവ് ഫോഴ്സ്, ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇന്ററാക്ടിങ് ന്യൂക്ലിയോൺസ്. അട്രാക്റ്റീവ് ഫോഴ്സ് ആണത് അല്ലേ? അട്രാക്റ്റീവ് ഫോഴ്സ് ആണല്ലോ ന്യൂക്ലിയർ ഫോഴ്സ് പറഞ്ഞാൽ എല്ലാ ന്യൂക്ലിയോൺസ് തമ്മിൽ അട്രാക്ഷൻ ആണ് ഉണ്ടാവുക. നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ ഇതിൽ തോന്നുന്ന ആൻസർ ഏതാണെന്ന് കമന്റ് ചെയ്യുക. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇന്ററാക്ടിങ് ന്യൂക്ലിയോൺസ്. ഇന്ററാക്ടിങ് ന്യൂക്ലിയോൺസിന് ഇൻഡിപെൻഡന്റ് ആണ് അയാൾ. ശരിയാണ്. പ്രോട്ടോണും തമ്മിലും ന്യൂട്രോണും തമ്മിലും തമ്മിലൊക്കെ ഫോഴ്സ് സെയിം ആണ്. അതായത് അവർ പ്രോട്ടോൺ ആണോ ന്യൂട്രോൺ ആണോ എന്നുള്ളത് നോക്കിയിട്ടല്ല ഫോഴ്സ് തീരുമാനിക്കണം. ഇറ്റ് ഈസ് എ ലോങ് റേഞ്ച് ഫോഴ്സ്. തെറ്റാണ്. ഇറ്റ് ഈസ് എ ഷോർട്ട് റേഞ്ച് ഫോഴ്സ്. എസ്കിഫ ഇസ് കറക്റ്റ്, AR ഇസ് കറക്റ്റ്. അപ്പോൾ ഇറ്റ് ഈസ് എ ലോങ് റേഞ്ച് ഫോഴ്സ് എന്നുള്ളതാണ് തെറ്റ്. അതുകൊണ്ട് ഈ ആൻസർ ആണ് ശരി. ദേവാനന്ദ് ഇസ് ഓൾസോ കറക്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 34ലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ്സ് യു നീഡ് ടു റിമൂവ് ടു ഫോം എൻ ഐസോട്ടോൺ ഫാമിലി? ഇതിൽ ഐസോട്ടോൺ ഫാമിലി ആണ് ഇത് മൊത്തത്തോടെ. അതിന് ഐസോട്ടോൺ ഫാമിലിനെ ഒഴിവാക്കണമെങ്കിൽ ഇതിൽ നിന്ന് ആരെയാണ് ഒഴിവാക്കുക എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഐസോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഇവിടുത്തെ കേസിൽ ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആറ്റമിക് നമ്പർ ഒക്കെ സെയിം ആണെന്ന് പറയാം. ഇവിടുത്തെ കേസിൽ നമുക്ക് ആദ്യത്തെ കേസിലുള്ള ന്യൂട്രോൺസിന്റെ എണ്ണം എത്ര നോക്കുക? 16 - 8 ന്യൂട്രോൺസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ 15 - 7 8 ന്യൂട്രോൺസ് ആണ് ഇവിടെ ഉള്ളത്. 14 - 6 8 ന്യൂട്രോൺസ് ആണ് ഇവിടെ ഉള്ളത്. ഇത് 27 - 13 14 ന്യൂട്രോൺസ് ആണ് ഉള്ളത്. ഞാൻ എഴുതുന്നൊക്കെ ന്യൂട്രോൺസിന്റെ എണ്ണം കേട്ടോ. എന്തിനാണ് ന്യൂട്രോൺസിന്റെ എണ്ണം നോക്കുന്നത്? ഐസോട്ടോൺസ് പറഞ്ഞാൽ ന്യൂട്രോൺസിന്റെ എണ്ണം സെയിം ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇത് 17 - 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 അല്ലേ? അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും 8 ആണ് ന്യൂട്രോൺസിന്റെ എണ്ണം. ഇയാൾ മാത്രം 14 ആയതുകൊണ്ട് ഇയാളെ റിമൂവ് ചെയ്താൽ ഐസോട്ടോൺ ഫാമിലി ആയിരിക്കും. അപ്പോൾ എന്താണ് ഐസോട്ടോൺ? ഐസോട്ടോൺ എന്ന് പറഞ്ഞാൽ സെയിം നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ആയിരിക്കും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 35ലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 34 വരെ നമുക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 34 വരെ നമ്മളിപ്പോൾ ചെയ്തു. ഇപ്പോൾ ഒരു 1 hour 15 minutes റേഞ്ചിലായിട്ടുണ്ട്. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ലൈവ് സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. 35 തൊട്ട് അടുത്തൊരു സെഷനിൽ നമുക്ക് മീറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കീം 2019 ആണ്. നീറ്റ് 2019 നമ്മൾ ഇന്നലെ ഒരു 2 ദിവസം മുമ്പ് ഒരു ലൈവ് സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് സ്ട്രീമിംഗ് അവൈലബിൾ ആണ്, ചാനലിൽ നോക്കുക. പിന്നെ അതുപോലെ ഇനിയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഫിസിക്സ് മാത്രമല്ല ബാക്കി സബ്ജക്ട്സിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സെഷൻസ് ഹാർവസ്റ്റ് ഓൺലൈനിൽ ഉണ്ടാവുന്നതാണ്. പിന്നെ ഹാർവസ്റ്റിൻ്റെ ക്രാഷിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് ഒന്നും കൂടെ ഹാർവസ്റ്റ് ഒരു ഫ്രീ ക്രാഷ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സബ്ജക്റ്റ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി. മാത്സിൻ്റെ കേസിൽ JEE ഒന്നുകൂടെ വരുന്നുണ്ട്. അപ്പം ഈ അങ്ങനെ ഒരു പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതിൽ ഇവരുടെ ഹാർവസ്റ്റ് ഓൺലൈൻ്റെ നമ്പർ ഇതിൽ നിങ്ങളുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ചാനൽ നോക്കിക്കഴിഞ്ഞിട്ട് അതിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്രാഷ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതിൽ വീഡിയോസ് എല്ലാം അവൈലബിൾ ആണ്. അതിൽ വീഡിയോ ക്ലാസ്സസ് അത് ബേസ് ചെയ്തുകൊണ്ട് എക്സാം ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് കീം എക്സാം ഇനി ഒരു 1 week ഉള്ളൂ. അപ്പോൾ എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. താങ്ക് യു.